അപ്പോൾ നമ്മൾ 2 മിനിറ്റ് സംസാരിച്ച് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ എനിവേ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ആ 24 ന്യൂസിൻ്റെയും ന്യൂസ് 18 കേരളിൻ്റെയൊക്കെ ക്ലിപ്പ് കണ്ടിട്ടാണ് ഞാൻ അസീലിൻ്റെ കണ്ടൻ്റായിട്ട് ഫെമിലിയർ ആവുന്നത്. അപ്പോൾ അതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം ഈ പറഞ്ഞ പോലെ സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ട് ഒരാൾ സംസാരിക്കുന്നത് എന്നുള്ളതാണ്. മറ്റേത് പ്രൈം ടൈം ന്യൂസ് ചാനൽ ഡിബേറ്റിലൊക്കെ കണ്ടുവരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കച്ചറ, ഒരു അൺവാണ്ടഡ് ഡിബേറ്റ്, തെറിവിളി, ഇതൊക്കെയാണ്. അത് ജനറലൈസ് ചെയ്യുന്നില്ല, നല്ല സംവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. പക്ഷേ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഇങ്ങനത്തെ ആൾക്കാർക്ക് കാണേണ്ടതും പല ആൾക്കാർക്ക് കാണേണ്ടതും ഇങ്ങനത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ സംസാരിച്ചിരിക്കുന്നതാണ്. പക്ഷെ അസീൽ സംസാരിച്ചത് വളരെ എന്താ പറയുക സൊല്യൂഷൻ ബേസ്ഡ് ആയിട്ടാണ്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത്, അത് കഴിഞ്ഞിട്ട് ഈ സിറ്റുവേഷന് വേണ്ട സൊല്യൂഷൻ എന്താണെന്ന് അഡ്രസ്സ് ചെയ്ത്, അപ്പോൾ അത് ഭയങ്കര ആർട്ടിക്കുലേറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതിലേക്ക് വരുന്നത് എങ്ങനെയാണ്, ഇപ്പോൾ പഠിച്ചത് സൈക്കോളജിയാണ്, പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിട്ടായിരിക്കും തുടങ്ങുന്നത് ഒരു സോഷ്യൽ സ്പീക്കിംഗ് എന്നുള്ളത്. അപ്പം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുപ്പം മുതലുണ്ട്. ചെറുപ്പം മുതലെന്ന് വെച്ചാൽ ഭയങ്കര ചെറുപ്പം മുതലൊന്നുമല്ല. ഈ ഒരു 9ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്തൊക്കെ എല്ലാവരും ഓൾമോസ്റ്റ് കുറച്ചൊരു ഈ ഒരു ടീനേജിലേക്കൊക്കെ കടക്കുന്ന സമയത്ത് കുറേ ഒരു ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകും. അപ്പോൾ അപ്പോൾ എല്ലാവരും ആലോചിച്ച് തുടങ്ങുന്ന ഒരു സാധനമാണ്. അതിനൊരു കണ്ടിന്യൂഷൻ ഉണ്ടായി മാത്രമേ ഉള്ളൂ തോന്നുന്നു എൻ്റെ കേസിൽ. കാരണം ഇപ്പോൾ നമ്മളൊക്കെ ആലോചിക്കലുണ്ട്. നമ്മളെ പുറത്തുള്ളവര് മനസ്സിലാക്കുന്നില്ല. പുറത്തുള്ളവര് നോക്കുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ കുട്ടികളല്ലേ, നിങ്ങൾക്ക് എന്താ ഇതിനകത്ത് പ്രശ്നം എന്ന് ചോദിക്കും. അതേസമയം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഇടമില്ല, സ്പേസ് ഇല്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു പോയിന്റ് വരാണ്ട്. ഒരു 9ാം ക്ലാസ്സിലൊക്കെയാണ് അത് തുടങ്ങിയത്. 8ലും 9ലൊക്കെ തുടങ്ങിയിട്ട് ഈ കുട്ടിക്കത് +2 കഴിഞ്ഞ് ഡിഗ്രി എത്തുമ്പോഴൊന്നും ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു സ്പേസ് ഉണ്ടാകുന്നില്ല. പലപ്പോഴും ഈ അഡോൾസൻസ് ഏജിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് ആ ഒരു സമയത്താണ്. അന്ന് തുടങ്ങിയിട്ടുള്ളൊരു ആലോചനയാണ്. ഇതിന് കുറച്ചുകൂടി ഒരു ഒഡാസിറ്റി കിട്ടുന്ന, ഇതിന് കുറച്ചുകൂടി ആളുകൾ കേൾക്കുന്ന ഒരു സ്പേസിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കണം എന്നുള്ളത്. അപ്പം സ്വാഭാവികമായിട്ടും ന്യൂസ് 8ൻ്റെ ചർച്ച വന്നപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയിരുന്നെങ്കിൽ ഞാൻ സത്യം പറഞ്ഞാൽ അതിൽ ഡൈവേർട്ട് ചെയ്തു പോയിരുന്നു. 2021 സമയത്താണ് ഈ ഇൻസ്റ്റാഗ്രാമിൽ തുടങ്ങുന്നത്. പിന്നെ അതിന്ന് ഡൈവേർട്ട് ചെയ്ത് പോയി. പിന്നെ അങ്ങനെ റെഗുലർ ആയിട്ടൊന്നും അങ്ങനെ വീഡിയോ ചെയ്യാറുമില്ലായിരുന്നു. ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കുറേ കൂടെ പൊളിറ്റിക്കൽ കണ്ടന്റുകളായിരിക്കും, ചിലപ്പോൾ പാർട്ടി ബേസ്ഡ് കണ്ടന്റുകളായിരിക്കും. അങ്ങനെയൊക്കെയായിരുന്നു ചെയ്യല്. പക്ഷേ വീണ്ടും ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന ഇതൊക്കെ പറയുമ്പോഴും ഞാൻ പാരലലി എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെയുള്ള സ്റ്റുഡൻറ് സൂയിസൈഡിനെ പറ്റി RTI എടുക്കുന്നുണ്ട്, ബാക്കി ഡാറ്റകൾ എടുക്കുന്നുണ്ട്. ആ സ്റ്റഡീസ് അതിൻ്റെ സൈഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പം അതിനിടയ്ക്കാണ് ഒരു ഓപ്പർച്യൂണിറ്റി ന്യൂസ് 18ൽ, ആദ്യത്തെ ചർച്ച ന്യൂസ് 18 ആണ്. ന്യൂസ് 18ൽ സംസാരിക്കാനുള്ള ഒരു ഒരു അവസരം കിട്ടുന്നത്. അപ്പോൾ നോക്കുമ്പം ഞാൻ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന രണ്ടാമത് സംസാരിക്കാൻ ഭയങ്കര ആഗ്രഹമുള്ള ആ ഒരു സ്പേസ് വീണ്ടും കിട്ടുകയാണ്. അപ്പോഴാണ് പിന്നെ ന്യൂസ് 18ൽ സംസാരിക്കുന്നത്. ഇപ്പം ആ ചോദ്യം എന്ന് പറയുന്നത് ആ ചോദ്യത്തിൻ്റെ ഞാനപ്പം പറഞ്ഞ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ 4ഓ 5ഓ കൊല്ലത്തെ ചിന്തയാണ്. അതുകൊണ്ടാണ് അത് അങ്ങനെ വന്നത്. ആ 2 മിനിറ്റിൽ അതങ്ങനെ വരാൻ കാരണം ഞാൻ കഴിഞ്ഞ 4, 5 വർഷമായിട്ട് ആലോചിക്കുന്ന കാര്യത്തെ പറ്റിയിട്ടാണ് ഞാനവിടെ സംസാരിച്ചത്. അപ്പോൾ അന്ന് തുടങ്ങിയതാണ്. 9ാം ക്ലാസ്സിൽ തുടങ്ങി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ വരുമ്പോഴും അതുണ്ട്. അങ്ങനെ കുറച്ചൊരു ലോങ് ടൈമാണ്. സംസാരിക്കാൻ പബ്ലിക്കിലേക്കത് ഈ അടുത്ത കാലത്താണ് സംസാരിക്കാൻ തുടങ്ങിയെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ വല്ലപ്പോഴും ഇരുന്ന് സംസാരിക്കലുള്ളൂ എന്നുള്ളത്. ശരി. വളരെ നല്ലതാണ് എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഈയിടെയായിട്ട് ഈ ഒരു എന്താ പറയുക സ്പേസ് ഉണ്ട് ഇൻ്റർനെറ്റിൽ കൂടെ, യൂട്യൂബിൽ കൂടെ ആയിട്ടും അല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയിട്ടും ആർക്കും സംസാരിക്കാനും ഇതാക്കാനും പറഞ്ഞ പോലെ മലയാളത്തിൽ പറഞ്ഞാൽ ആശയവിനിമയം നടത്താനുള്ള ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ പ്ലാറ്റ്ഫോമിൽ പോകണം എന്നില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വോയിസ് ചെയ്യാനും ഇതാക്കാനും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ചർച്ച നടക്കുന്നതും കാര്യങ്ങളും ഒക്കെ കുറച്ച് കൊലപാതകങ്ങളും പിന്നെ ഈ ബുള്ളിയിങ്ങിൻ്റെ പ്രശ്നവും അതൊക്കെ ആയിട്ടാണ് ഈ അടുത്ത് ട്രെൻഡിങ് എന്ന് പറയാൻ പാടില്ല ഇതിനെ പറ്റിയിട്ട്. പക്ഷേ റിയാലിറ്റി അതാണ്. ന്യൂസ് ചാനൽ ഏറ്റെടുത്തിട്ടും ഇതാക്കിയിട്ടൊക്കെ ഇപ്പോൾ ഇതിൽ പറയുന്ന കുറച്ച് മെയിൻ റീസൺസ് ഉണ്ട്. ഡ്രഗ് അബ്യൂസ്, അതേപോലെ മൂവീസ്, പിന്നെ സോഷ്യൽ മീഡിയ അങ്ങനെ പറഞ്ഞ് കേൾക്കുന്നില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ പേഴ്സണലി ഐ തിങ്ക് സോഷ്യൽ മീഡിയക്ക് വലിയ റോൾ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിൽ ഏതിലൊക്കെയാണ് ശരിയാണ് തോന്നുന്നത്, പിന്നെ ഏതൊക്കെയാണ് എക്സാജറേറ്റഡ് ആയിട്ടുള്ളത്? ഇതില് എക്സാജറേഷൻ നടക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ നേരത്തെ പറഞ്ഞതിൽ തന്നെയാണ്. അതായത് ഈ ഒരു മെയിൻ സ്ട്രീം മീഡിയയാണ്, അല്ലെങ്കിൽ മെയിൻ സ്ട്രീമിൽ വരുന്ന ചർച്ചകളാണ് പലപ്പോഴും ഇവിടുത്തെ തീരുമാനങ്ങളാകുന്നത്. അപ്പം ഈ മെയിൻ സ്ട്രീമിൽ വരുന്ന ചർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഒരു സെർട്ടൈൻ ഗ്രൂപ്പ് ഓഫ് ആളുകളെ തൃപ്തിപ്പെടുത്താനുള്ളതായിരിക്കും ഒരു പരിധി വരെ. ഇപ്പം ഇവിടെ എക്സാജറേറ്റഡ് ആയി പോകുന്നത് ഏത് വിഷയങ്ങളാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന വിഷയങ്ങളാണ്. ഇപ്പം ലെറ്റ്സ് സേ സിനിമ. ഇപ്പം മാർക്കോയെ സെൻസർ ചെയ്യണമെന്നുള്ള വലിയ ചർച്ച, മാർക്കോ എന്നുള്ളതല്ല, മലയാള സിനിമയെ സെൻസർ ചെയ്യണമെന്നുള്ള വലിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രൈം ടൈം ഡിസ്കഷനുകളായി. റെപ്യൂട്ടഡ് മീഡിയകളിലെല്ലാം അത് പ്രൈം ടൈം ഡിസ്കഷനായി. പക്ഷേ അതിലൊരു
ഒരു ലോജിക്കില്ലാത്ത ചർച്ചയാണ്. ഞാൻ പറഞ്ഞത് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യാത്തോണ്ടല്ല അതിന് ലോജിക്കില്ലാത്തത്. മലയാള സിനിമയെ 2025 നിങ്ങൾ സെൻസർ ചെയ്തതിനെ കൊണ്ട് നിങ്ങൾക്ക് ഒരു മാറ്റവും ഇവിടെ ഉണ്ടാക്കാൻ കഴിയൂല. അതെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്, ഇത് കാണുന്നത് ഈ കുട്ടികള് നിങ്ങളിപ്പോ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ടെന്ന് പറഞ്ഞ കുട്ടികൾ കാണുന്നത് ഇന്റർനാഷണൽ കണ്ടന്റ് ആണ്. ഇപ്പൊ ഞാൻ ഇന്ന് അതെ. ചെയ്ത വീഡിയോ എന്ന് പറയുന്നത് സെൽഫ് ഹാമിംഗ് എന്ന് പറഞ്ഞിട്ട് സ്വയം ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നതിനെ പറ്റിയിട്ടാണ്. അതൊരു അതെ. ഞാൻ ട്രെൻഡാണ്. കണ്ടു. ആ ട്രെൻഡ് എവിടുന്നാ വന്നത്? അത് വെസ്റ്റിൽ നിന്നാണ് വന്നത്. അത് മലയാളത്തിലെ സിനിമയിൽ അത് വന്നതുകൊണ്ടല്ല നമ്മുടെ കേരളത്തിലെ കുട്ടികൾ സെൽഫ് ഹാമിംഗ് ചെയ്യാൻ തുടങ്ങിയത്. അത് ഒരു വെസ്റ്റേൺ ട്രെൻഡായിരുന്നു. അതങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് പല ട്രെൻഡുകളായിട്ട് വരും. ഇതിനെല്ലാത്തിനെയും സെൻസർ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഡിസ്കസ് ചെയ്താൽ നടക്കാവുന്ന പരിപാടിയല്ല. നമ്മൾ മലയാള സിനിമയെ ഇതിപ്പോ ഇവിടെ ചർച്ച ചെയ്താൽ ആകെ സംഭവിക്കാൻ പോകുന്നത് മലയാള സിനിമക്ക് പൂട്ടിടാൻ പറ്റും, ഇന്ത്യൻ സിനിമക്ക് പൂട്ടിടാൻ പറ്റും. അത് മാത്രമേ ഇവിടെ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഒരു എഫക്റ്റ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പം അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എക്സാജറേറ്റ് ചെയ്ത് ചർച്ച ചെയ്യപ്പെടുന്നു. അതേ സമയത്ത് ഇവിടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കേണ്ടുന്നതിൻ്റെ ഇവിടെ കുറേ കൂടെ ലോങ് ടേമിലേക്ക് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കേണ്ടതിൻ്റെ ചർച്ചകളൊന്നും ഇവിടെ നടക്കാതെ പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇത് അതെ. ഈ പറഞ്ഞത് സോഷ്യൽ മീഡിയേൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ട്, ബാക്കിയുള്ള കാര്യങ്ങളുടെ ഇൻഫ്ലുവൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇൻഫ്ലുവൻസ് ഉണ്ട്. ഇതിൻ്റെ ഒരു ഫസ്റ്റ് പാർട്ടാണ്. ഇതിനെങ്ങനെ ഓവർകം ചെയ്യാം? ഇതിനെ ഈ ഇൻഫ്ലുവൻസിനെ നമുക്ക് എങ്ങനെ ഇത് എന്താ പറയുക നെഗറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഇല്ലാതാക്കാം? അത് കുട്ടിക്ക് ഫോൺ കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന കാര്യമല്ല. അത് അതെ. റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഈ പറയുന്ന ടീച്ചേഴ്സിന് അങ്ങോട്ട് വടി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അങ്ങോട്ട് നന്നാവും എന്നുള്ളത് ഇപ്പോഴത്തെ കാലത്ത് നടക്കുന്ന പരിപാടിയല്ല. കാരണം അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ടീച്ചർ ഇപ്പം ഉപയോഗിക്കേണ്ട സമയത്ത് ഉപയോഗിക്കുക എന്നുള്ളതാണല്ലോ. ഒരു ടീച്ചർക്ക് വടി ഉപയോഗിക്കേണ്ട സമയവും വേറൊരു ടീച്ചർക്ക് ഉപയോഗിക്കേണ്ട സമയം രണ്ടും രണ്ടായിരിക്കും. അതിലൊന്ന് തീർത്തും അനീതിയുള്ളതായിരിക്കും, ചിലപ്പം നേർക്കുള്ളതായിരിക്കും. അതൊന്നും നമുക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള സജഷനുകളല്ല. പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറെ കൂടെ ലോങ് ടേമിലേക്ക് ഞാൻ ഇപ്പോഴും ഇവിടുത്തെ ചർച്ചകളിൽ കാണുന്ന പ്രശ്നം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഉള്ള ഒരു കേസാണ്. ഞാനൊക്കെ പങ്കെടുത്ത ചർച്ചകളും അവസാനത്തിലേക്ക് എത്തുമ്പം ഏറ്റവും പെട്ടെന്ന് ഇന്ന് ചർച്ച ചെയ്ത് നാളത്തേക്ക് ഒരു തീരുമാനം എടുക്കുക എന്നുള്ളിടത്തേക്കാണ് ഈ സാധനങ്ങളൊക്കെ പോകുന്നത്. നമുക്ക് അതെ. ഈ കേസിൽ ഈ യങ്സ്റ്റേഴ്സിന്റെ കേസിൽ അത് നടക്കൂല. നമുക്ക് ലോങ് ടേമിലേക്കാണ് ഇവിടെ മാറ്റം വേണ്ടത്. അതിന് വേണ്ടത് ലോങ് ടേം പ്ലാനുകളാണ്. അല്ലാതെ ഇന്ന് ഒരു സാധനം എടുത്ത് നാളത്തേക്ക് അത് മാറ്റി നടക്കൂല. ഇപ്പോൾ ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ എടുത്ത് നോക്കാം. എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കൂടെ എന്തുകൊണ്ട് ആലോചിക്കുക, +2 വരെ ഒരു കുട്ടീനെ പഠിപ്പിക്കുന്നുണ്ട്. അത് അതിലൊരു 9ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു 8ാം ക്ലാസ് എത്തുമ്പോഴത്തേനും ആ കുട്ടിയുടെ ജീവിത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റിയെടുക്കുന്നത് എന്താണ്? നല്ല മനുഷ്യനാവുക എന്നുള്ളതൊന്നുമല്ല. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ്. അതെ. +1 അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കുന്ന ജീവിത ലക്ഷ്യം +2 ഫുൾ എ പ്ലസ് വാങ്ങുക എന്നുള്ളതാണ്. ലൈക്ക് ഇറ്റ്സ് ഓൾ അബൌട്ട് ഹിസ് ലൈഫ്. അത് മാത്രമാണ്. ആ അത് അതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂട്ടത്തിൽ കൊടുക്കേണ്ടുന്ന സോഷ്യലായിട്ടുള്ള പല കാര്യങ്ങളും കൊടുക്കുന്നില്ല. അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമാണ്. അത് ഒരു ഡയമെൻഷനിലല്ല പല ഡയമെൻഷനിൽ അത് പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പം നമ്മളിവിടെ എന്ത് ചെയ്യണം? വളരെ പ്രൈമറി സ്റ്റേജ് മുതൽ ഈ കുട്ടിക്ക് എന്താണ് ലൈഫ്, നിങ്ങളെ ലൈഫ് കൊണ്ട് നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഒരു ഹൈസ്കൂൾ ലെവൽ എത്തുമ്പോഴേക്കും നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ള കരിയർ ഓപ്പർച്യൂണിറ്റികൾ എന്തൊക്കെയാണ്? ഒരു +1 +2 ലെവൽ എത്തുമ്പോഴത്തേനും അത് കുറേ കൂടെ ഇൻറ്റൻസ് ആയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ ഞാൻ +2 സയൻസ് ക്ലാസ്സിൽ ഇരുന്നപ്പോൾ എല്ലാപ്പോഴും ഞാൻ ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്. ഞങ്ങളെ സയൻസ് ക്ലാസ് ഒരു 5 മണി വരെ 6 മണി വരെയൊക്കെ ചിലപ്പോൾ ക്ലാസ് നീണ്ടുപോകും. അതിനിടയിൽ ആഴ്ചയിൽ 1 മണിക്കൂറെങ്കിലും കരിയർ ഗൈഡൻസ് കൊടുത്തിരുന്നെങ്കിൽ പല കുട്ടികളും ഇന്ന് എടുത്ത ഡിഗ്രി കോഴ്സുകൾ മാറുമായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ ഇപ്പോഴും കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിലുള്ള ഒരാളോട് സംസാരിച്ചു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും കുട്ടികൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ +2 കഴിയും വീടിൻ്റെ അടുത്തുള്ള കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള പരിപാടി എപ്പോഴും നോക്കുന്നത്. അത് വീടിൻ്റെ അടുത്തുള്ള കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടുക എന്നുള്ളതാണോ എല്ലാവരും ചെയ്യുക? ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഫ്രണ്ട്സ് കോഴ്സ് അല്ല. പഠിക്കുന്ന കോളേജ്. ഫ്രണ്ട്സ് പഠിക്കുന്ന കോളേജ്. അപ്പം ആ ക്രൈറ്റീരിയ ഇപ്പോഴും മാറിയിട്ടില്ല. അപ്പം അതതിൻ്റെ ഒരു ഡയമെൻഷൻ. ഇതിൻ്റെ രണ്ടാമത്തെ ഡയമെൻഷൻ എന്താണ്? ഇവിടെ മെന്റൽ ഹെൽത്തും ബാക്കി കാര്യങ്ങളും ഇവിടെ അഡോളസൻസിൻ്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. അവർ എക്സ്പോസ്ഡ് ആവുന്നത് എല്ലാം അവൈലബിൾ ആയിട്ടുള്ള ഒരു ലോകത്തേക്കാണ്. ഈ എല്ലാം അവൈലബിൾ ആകുന്നതിനകത്ത് ഏതെടുക്കണം, ഏതെടുക്കണ്ട, ഏത് രീതിയിലേക്ക് കൺസ്യൂം ചെയ്യണം, ഇതൊന്നും ഒരു സ്ഥലത്തും പഠിപ്പിച്ചു കൊടുക്കുന്നില്ല. അത് നമുക്കൊരു ബോധവൽക്കരണ ക്ലാസ് കൊല്ലത്തിലൊരിക്കൽ കൊടുത്തതിനെ കൊണ്ട് പഠിപ്പിക്കാൻ പറ്റുന്ന പരിപാടിയുമല്ല. അത് നമുക്ക് കരിക്കുലത്തിൻ്റെ കൂടെ കൊടുക്കണം. നമ്മൾ ഈ സയൻസും മാത്തമാറ്റിക്സും ഒക്കെ പഠിക്കുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. ഇപ്പം പലരും ചോദിക്കൽ അത് ഒരാളെ ജോലിയിലേക്ക് പ്രൊവൈഡ് ചെയ്യണില്ലേ എന്നുള്ളതാണ്. +2ലും 10ാം ക്ലാസ്സിലും ഫുൾ എ പ്ലസ് കിട്ടിയതുകൊണ്ട് ജോലി കിട്ടും ഇപ്പോഴത്തെ കാലത്തെങ്കിലും പറയാതെക്കണം. കാരണം അതുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് മാത്രം കാര്യമില്ല. ഞാൻ പറയുന്നത് അക്കാഡമിക്സിൽ ഇത് വെച്ചാൽ ഇത് നമ്മളിത് പറയുമ്പോൾ ഇതിന് ഇരുതല മൂർച്ചയുള്ള വാളാണ്. നമ്മൾ ഈ കുട്ടികൾ ഇത് പകുതി മാത്രം കാട്ടിയത് 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഇട്ട് കാട്ടി കാര്യമില്ല, അല്ലെങ്കിൽ +2ലും ഫുൾ എ പ്ലസ് കിട്ടിയിട്ട് അതെ. കാര്യമില്ല എന്ന് പറയും. ഒരിക്കലും അതല്ല എൻ്റെ മെസ്സേജ്. പക്ഷേ ഇത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നിങ്ങളുടെ കയ്യിൽ രണ്ടും വേണം. നിങ്ങളുടെ കയ്യിൽ നിങ്ങളെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അക്കാഡമിക് റെക്കോർഡ് നിങ്ങളുടെ കയ്യിൽ വേണം. അതോടൊപ്പം നിങ്ങൾ എന്താണ് നിങ്ങളെ ലൈഫിനോട് ചെയ്യാൻ പോകുന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള പ്ലാൻ വേണം. അതില്ലെങ്കിൽ ഇത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു ലോകത്തൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ ഡിഗ്രി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് CGPA 10ൽ 9 ഉണ്ട്, ആയിക്കോട്ടെ. എന്നിട്ട് നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റി നിങ്ങൾക്ക് ധാരണയില്ലെങ്കിൽ നിങ്ങൾ പെടാൻ പോവാണ്. ഇത് രണ്ടും ഒരുമിച്ച് വേണം. ഇതെല്ലാം വിചാരിച്ചങ്ങോട്ട് ഓക്കെ ഞാൻ ഇനി 10ാം ക്ലാസ്സിൽ തീരെ പഠിക്കുന്നില്ല, ഞാൻ എൻ്റെ പാഷനെ ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സിൽ ഭയങ്കര വീക്കായി.
എന്നിട്ട് അതിന് ശേഷം എൻ്റെ പാഷന് എനിക്കൊന്ന് മാറിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മള് കുറെ കൂടെ റിയലിസ്റ്റിക് ആവുക എന്നുള്ളതാണ്. രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളതാണ്. ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഞാൻ പറയുന്നത് അതൊരു ലോങ് ടേം പ്ലാനാണ്. അത് നമ്മുടെ കരിക്കുലത്തിൻ്റെ കൂടെ വേണം. അത് നമ്മുടെ പാരന്റ്സിന് പാരന്റിങ്ങിൻ്റെ ഭാഗമായിട്ട് പഠിപ്പിച്ചു കൊടുക്കണം. ഈ 2 സെക്ടറുകൾ ഒരു ടീനേജറെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട 2 സെക്ടറുകളാണുള്ളത്. അതിലൊന്ന് പാരന്റിങ്ങും ഒന്ന് സ്കൂളിങ്ങുമാണ്. അത് രണ്ടിലും കൃത്യമായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത് മനസ്സിലാക്കുന്നു. അതെ, അതെ. ഈ അതെ. മാർക്കോയുടേത് ഇപ്പം ചില ആൾക്കാർ ഇപ്പം ഞാനോ നീയോ പറയുന്നത് പോലെയല്ല. ഇപ്പോൾ ഒരു അതെ. കോമൺ ആൾ പറയാണ്, അല്ലെങ്കിൽ ഒരു സാധാരണക്കാരന് പറയാണ് മാർക്കോ കണ്ടിട്ട് ഒരു കുട്ടി ഇൻഫ്ലുവൻസ് അയക്കുന്ന പറഞ്ഞാൽ ഐ ക്യാൻ അക്സെപ്റ്റ് ദാറ്റ്. പക്ഷെ ഞാൻ ഇപ്പോൾ 2, 3 രാഷ്ട്രീയ നേതാക്കൾ ഇത് പറയുന്നതുണ്ട്. അപ്പോൾ അതൊക്കെ അതെ. കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇമ്മച്വർ ആയ ഒരു കാര്യമാണത്. അത് വെറും അവിടെ പണി കഴിഞ്ഞ് ആ ഒരു സിനിമനെ ബ്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമ കാരണമാണ് ഇതൊക്കെ ഉണ്ടായത്, അല്ലെങ്കിൽ ഈ യൂത്ത് നശിക്കുന്നത് സിനിമ കാരണമാണെന്ന് പറഞ്ഞാൽ എളുപ്പപ്പണിയാണ്. അപ്പോൾ സിനിമ അതെ. കാരണം ഓഫ് അതെ. കോഴ്സ് ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. അത് പലത് നമ്മളെ നെയ്ബർ കാരണം, അടുത്ത് ജീവിക്കുന്ന ഒരാളുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണോ അത് കാരണം നമ്മുടെ ലൈഫിൽ ഇൻഫ്ലുവൻസ് ഉണ്ടാവുക. അതേപോലെ തന്നെ ഒരു ഫാക്ടറാണ് സിനിമയും. പക്ഷേ നീ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു പോയിന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ സിസ്റ്റമാണ്. അത് ഫസ്റ്റ് ഓഫ് ഓൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് വെരി ഔട്ട്ഡേറ്റഡ്. നമ്മളെപ്പോഴും ഓഫീസ് വർക്കിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഹോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ എന്താ പറയുക മോൾഡ് ചെയ്തെടുക്കുന്നത് ഓഫീസ് വർക്കിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു 5-10 ഇയേഴ്സ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഓഫീസ് വർക്ക് നമ്മൾ ഇന്ന് കാണുന്ന പോലത്തെ ഓഫീസ് വർക്ക് അല്ലാണ്ടാവും. കാരണം AI-ൻ്റെ ഇൻഫ്ലുവൻസ് അത് ഇതെന്ന് പറഞ്ഞിട്ട് വേറെ. പിന്നെ അതിൽ നീ പറഞ്ഞതിലൊരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ടാവുക, എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഈ പറഞ്ഞ പോലെ മെൻ്റൽ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് വേണം. അതേപോലെ പാരൻ്റൽ ഗൈഡൻസ് വേണം. അതിൻ്റെയൊക്കെ കൂടെ തന്നെ കുട്ടികൾക്ക് ഇപ്പം ഈ പറഞ്ഞ ഈ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഇഷ്ടം പോലെ ടൈമുണ്ട് ഓൺ ദെയർ ഹാൻഡ്. ഒരു സ്കൂൾ കഴിഞ്ഞിറങ്ങിയാൽ, അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിറങ്ങിയാൽ ഇഷ്ടം പോലെ ടൈമുണ്ട്. ആ ടൈം എങ്ങനെ പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കണം. ഐ മീൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട്, ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് നമ്മൾ പറയുമ്പോൾ തന്നെ ആ എക്സ്ട്രാ ആണ് അവിടെ കീവേഡ്. ഇത് എക്സ്ട്രാ പാടില്ല, അത് കരിക്കുലർ ആക്ടിവിറ്റി ആവണം. അത് നമ്മുടെ അതെ. അതെ. മാൻഡേറ്ററി എക്സാക്ട്ലി. ആയിട്ട് സ്റ്റഡീസ് എന്താണോ ഉള്ളത് അതിൻ്റെ കൂടെ തന്നെ ഉള്ള എന്തും ആയിക്കോട്ടെ, സ്പോർട്സ്, ആർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിവിടെ ആയതുകൊണ്ട്, പോളണ്ടിലായതുകൊണ്ട് നമുക്ക് രണ്ട് പേഴ്സ്പെക്റ്റീവ് കിട്ടുമല്ലോ. ഇപ്പോൾ ഇവിടെ എൻ്റെ കസിനും ഫാമിലിയും ഒക്കെ ജീവിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ കുട്ടികൾ 5th 6th ആയിട്ടാണ് പഠിക്കുന്നത്. ഇവർക്കൊന്നും ഇൻ്റെ അത്രയും കൂടി സമയമില്ല. ഞാൻ ജോലിക്ക് പോകുന്ന ആളാണ്. അത് കഴിഞ്ഞ് ഇങ്ങനെ അല്ലറ ചില്ലറ പോഡ്കാസ്റ്റ് അത് എന്ന് പറഞ്ഞ പണിയുണ്ട്. ഇവർക്ക് ഇൻ്റെ അത്രയും കൂടി ടൈമില്ല. സ്കൂൾ കഴിഞ്ഞാൽ സ്വിമ്മിംഗ് ക്ലാസ്, അല്ലെങ്കിൽ ഫുട്ബോൾ, അല്ലെങ്കിൽ ബാസ്കറ്റ് ബോൾ, എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെൻ്റ് പഠിക്കൽ. ഇത് ഓപ്ഷണൽ അല്ല, ഇത് നിർബന്ധമായിട്ടും ലാംഗ്വേജസ്. ഒരു 8th എത്തുമ്പോഴത്തേക്ക് അറ്റ്ലീസ്റ്റ് 2 ലാംഗ്വേജസ് അപ്പാർട്ട് ഫ്രം ഇവിടുത്തെ എന്താ പറയുക നേറ്റീവ് ലാംഗ്വേജ് അല്ലാതെ 2 ലാംഗ്വേജസ് പഠിക്കണം. അപ്പോൾ കുട്ടികൾക്ക് പിന്നെ ഇത് എന്താ ചിലപ്പോൾ ഇതൊരു വെയ്ഗ് ഒരു ആർഗ്യുമെന്റ് ആയി തോന്നും. പക്ഷേ കുട്ടികൾക്ക് പിന്നെ ഡ്രഗ്സിലേക്കൊന്നും ആലോചിക്കാൻ ടൈം കിട്ടുന്നില്ല, കാരണം അവർ ഒക്യുപ്പൈഡ് ആണ് ഓൾറെഡി. അതെ. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റാ. നിങ്ങള് പറഞ്ഞതിലൊരു പോയിന്റ് ഉണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ എന്താ പറയാ ഇത് പറഞ്ഞല്ലോ. അതായത് വളരെ പ്രൊഡക്റ്റീവായിട്ട് സമയത്തെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞല്ലോ. അത് അവരെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഇപ്പം സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബേസിക്കലി കുട്ടികളെ ഷേപ്പ് ചെയ്തെടുക്കുന്ന ഒരു 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 സമയമാണ്. ഇപ്പം നമ്മുടെ സ്കൂളുകൾ പലപ്പോഴും ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെമ്മറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ്. കൊല്ലത്തിന്റെ അവസാനം വരുന്ന മെമ്മറി ടെസ്റ്റ് ഉണ്ട്. അല്ലെങ്കിൽ കൊല്ലത്തിന്റെ സെമസ്റ്ററുകളിൽ വരുന്ന മെമ്മറി ടെസ്റ്റ് ഉണ്ട്. ആ മെമ്മറി ടെസ്റ്റിന് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ പരീക്ഷൻ്റെ ഒരു 10 ദിവസം മുമ്പ് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കൊള്ളാവുന്ന ഗ്രേഡ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റും. അപ്പം ആ ആ സമയത്ത് എങ്ങനെ ഉപയോഗിക്കണം? അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഒരു ജോബ് എന്താ പറയുക ജോബ് പൂളിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളൊരു PGൻ്റെ അല്ലെങ്കിൽ ഒരു റിസർച്ചിൻ്റെ ലെവലിലേക്ക് നിങ്ങൾ ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്യണം എന്നുള്ളതിനെ പറ്റി യാതൊരു ഇതുമില്ല. അത് ഉണ്ടാക്കുന്ന ഒരു അൺസർട്ടനിറ്റി ഭയങ്കരമാണ്. അതാണ് അത് മാത്രമാണെന്നുള്ളതല്ല. ആ സമയത്ത് പലപ്പോഴും ഇവർ ഡൈവ് ഇൻ ചെയ്ത് പോകുന്ന ഏരിയകൾ പറയും പോലെ പ്രശ്നമുള്ളതായിരിക്കും. ചിലപ്പം അതേ സമയത്ത് തന്നെ ഈ ഫ്രീ ടൈമിനെ ഭയങ്കര അടിപൊളിയായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. ഇത് കാരണം കുറെ ഭയങ്കര ഒരു ബ്ലാങ്ക് സ്പേസ് ആണല്ലോ. ഒരു ഒരു റഫ് ബുക്ക് പോലെയാണ്. അതിൽ ഇഷ്ടമുള്ളത് വരക്കാൻ പറ്റും. അതിൽ ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് ആ സമയത്ത് ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. ഇപ്പം ഈ പറയുന്ന ഓൺടർപ്രണേഴ്സ് ആയിട്ടുള്ളവരും ബാക്കിയുള്ളവരും ഒക്കെ ഇപ്പം അതെ, 10ാം ക്ലാസ്സിലൊക്കെ ഉള്ള ഭയങ്കര നല്ല ഓൺടർപ്രണേഴ്സിനെ ഭയങ്കര ബിസിനസ് സ്കില്ലുള്ള കുട്ടികളൊക്കെ കാണുന്നത് അതുകൊണ്ടായിരിക്കണം. ഇപ്പൊ രണ്ട് സൈഡ് ഉണ്ടെന്ന് തോന്നുന്നു. അതെ. പറഞ്ഞ പോലെ എന്താ പറയാ, ജനറലൈസ് ചെയ്തിട്ട് പറയാൻ പറ്റില്ല. ഈ സ്പോർട്സിലും ആർട്സിലും ബിസിനസ്സിലും ഒക്കെ ഇൻവോൾവ് ആയ ആൾക്കാരും ഉണ്ട്. നമ്മളെപ്പോഴും അതെ. ഇങ്ങനെ സംസാരിക്കും എന്തിനെ പറ്റിയിട്ടാണെങ്കിലും നമ്മളെപ്പോഴും നെഗറ്റീവ് ആസ്പെക്ട് നോക്കിയിട്ടാണ് സംസാരിക്കുക. അതെ. അതൊരു വേറെ പ്രശ്നം. അപ്പോൾ അതെ. ഇതില് പല ആൾക്കാരും പല സൊല്യൂഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പോയിന്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യാനാണെങ്കിൽ, ഇപ്പോൾ ഉം. ഡ്രഗ്സിൻ്റെത് ഒരു റിയൽ ഇഷ്യൂ ആണ്. അപ്പം അതെ. ഇത്
ഇപ്പോൾ ഈ ദിനമായിട്ട് ഇപ്പോൾ റീസെൻ്റ്ലി നടന്ന ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക, ഈ റീസെൻ്റ്ലി നടന്നത് ഒരു മീഡിയ സൈക്കിളാണ്. ഇത് ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞാൽ ഇതിനെ പറ്റിയിട്ട് ആരും സംസാരിക്കില്ല. ആ ഒരു മീഡിയ സൈക്കിൾ ഉം. രണ്ടാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ നോർമൽ മീഡിയ സൈക്കിൾ ഇപ്പോഴത്തെ ഇതിൽ നോക്കുമ്പോൾ. അത് കഴിഞ്ഞാൽ ഇതിനെപ്പറ്റി ആരും അതെ. സംസാരിക്കില്ല. അതവിടെ കഴിഞ്ഞ്. അതെ. ഒരിക്കൽ കിട്ടേണ്ട അതെ. വ്യൂ കിട്ടി, കാര്യങ്ങളെല്ലാം കിട്ടി, അത് കഴിഞ്ഞ്. പക്ഷേ ഈ ഡ്രഗ്സിൻ്റെ ഇഷ്യൂ, ഇപ്പോൾ ഞാൻ എൻ്റെ നാട്ടിലത്തെ ഒരു ഫ്രണ്ടിനായിട്ട് ഇന്നലെ മിനിയാന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ് നല്ല രീതിയിലുണ്ട്. ഇത് ഈസിലി ആക്സസിബിൾ ആണ്, ആർക്കായാലും പെട്ടെന്ന് കിട്ടാം. പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സ്. കാരണം നമ്മൾ എല്ലാ ഡ്രഗ്സിനെയും ഒരു പൂളിലിടാൻ പറ്റൂല നമുക്ക്. കാരണം ബ്രെയിൻ ഡാമേജ് തരുന്ന ഡ്രഗ്സ് ഉണ്ട്, നമ്മുടെ ലൈഫ് കോളാക്കുന്ന ഡ്രഗ്സ് ഉണ്ട്, പല ടൈപ്പ് ഡ്രഗ്സ് ഉണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ആ ഡ്രഗ്സിനെ പറ്റി പാരൻസിന് നോളജ് വേണം എന്നുള്ളത് ഒരു പോയിന്റാണ്. ഇത് ഇരുന്ന് പഠിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പറഞ്ഞ പോലെ കുട്ടികളായിട്ട് യങ് ജനറേഷനായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണ്ടേ. ഇപ്പോൾ അവർ വീട്ടിൽ ഉം. ഉം. വരാണ്, നമുക്ക് മനസ്സിലാവേണ്ട അവരെവിടെയായിരുന്നു, എന്താണ് ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഈ ഡ്രഗ്സിൻ്റെ കാര്യത്തിൽ എന്ത് എന്ത് സൊല്യൂഷനാണ് എടുക്കാൻ പറ്റുക? ഞാൻ പറഞ്ഞില്ലേ, ഡ്രഗ്സ് എന്നുള്ളതെന്ന് പറയുന്നതും ഒരു ഇൻഫ്ലുവൻസിൻ്റെ ഭാഗമാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു സ്ഥലത്ത് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അതായത് ആഹ്, ഈ ഡ്രഗിൻ്റെ പൂളിലേക്ക് എപ്പോഴാണ് കുട്ടികൾ പെട്ടുപോകുന്നത് എന്നുള്ളൊരു പോയിന്റിനെ നമ്മൾ മനസ്സിലാക്കണം. ഞാനിതിനെ കഴിഞ്ഞ ദിവസം ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പം 2 തരം ഡ്രഗ് യൂസേഴ്സ് ആണുള്ളത്. ഒന്ന് കുട്ടികളുടെ ഇടയിലുള്ള ഡ്രഗ് ഉപയോഗമാണ്. രണ്ടാമത്തേത് കുറെ കൂടെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലുള്ള ഡ്രഗ് ഉപയോഗമാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ലക്ഷ്യങ്ങൾ സത്യം പറഞ്ഞാൽ രണ്ടാണ്. സീനിയർ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെത് കുറെ കൂടെ എല്ലാം സൊസൈറ്റിയൽ റീസൺസ് ആണ്. പക്ഷേ മറ്റേതിൻ്റെ കുറെ കൂടെ സൊസൈറ്റൽ ആയിട്ടുള്ള കാരണങ്ങളാണ്. അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർ പേയ്മെൻറ്റ്. പകരം ഇപ്പോഴും 8,000 9,000 അല്ലെങ്കിൽ ഒരു 10,000 രൂപ ജോലി ചെയ്യേണ്ടി വരുന്ന ആളുകളുണ്ട്. പിജിയും എല്ലാം കഴിഞ്ഞിട്ട്. അപ്പം ഇവർ അണ്ടർ പെയ്ഡ് ആണ്. അപ്പം ഇവരിൽ ചില ആളുകൾ, എല്ലാവരും ഒന്നുമല്ല, ഇവരിൽ ചില ആളുകൾ ചിലപ്പം ഈ മണി എന്നുള്ളൊരു ഡ്രൈവിന് പിന്നാലെ വല്ലാതെ പോകും. അതിലൊരു മൈനോറിറ്റി പെട്ടുപോകുന്ന ഒരു ട്രാപ്പാണ് ഈ പറയുന്ന ഡ്രഗിനെ കച്ചവടം ചെയ്യുക എന്നുള്ളത്. അതിൽ ഓല് ഡ്രഗ് യൂസ് ചെയ്യുന്നുണ്ടാവും, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് കച്ചവടം ചെയ്യുന്നുണ്ടാവും. അതേസമയം കുട്ടികളുടെ ഇടയിലാണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴാണ്, അത് ഭയങ്കര സീരിയസ് ആണ്. എൻ്റെ ഏരിയ ആയതുകൊണ്ട് ഞാൻ അതിനെ കുറച്ചുകൂടി ഡീപ്പറായിട്ട് സംസാരിക്കുന്ന അതിലായിരിക്കും തോന്നുന്നു. കാരണം ഒരു കുട്ടി വൾണറബിൾ ആകുന്ന സമയമാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പം ലെറ്റ്സ് സേ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആഹ്, ആള് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പാരൻസിൻ്റെ ഭാഗത്തു നിന്ന് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തു നിന്ന്, ഇത് രണ്ടുമാണ് ഓനെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 2 ഡൊമൈനുകൾ. ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒക്കെ ഇപ്പം ഇവർക്കൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ടീച്ചിങ്ങിൻ്റെ ഒക്കെ ഭാഗത്ത് വലിയ പാളിച്ചകൾ ഉണ്ടാവില്ല എല്ലാ സമയത്തും. കുട്ടികളെ കമ്പയർ ചെയ്യുന്നതായിട്ട് ഉണ്ടാവാറുണ്ട്. അവരുടെ അക്കാഡമിക്സിൻ്റെ പേരിൽ അവരുടെ പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന്. ഇപ്പം ഇന്ന് കഴിഞ്ഞ ദിവസം ഏതൊരു സ്കൂളിലെ കുട്ടി പറഞ്ഞു ഞങ്ങളെ ജാതിൻ്റെ പേരിൽ അധിക്ഷേപിക്കുന്നുണ്ടെന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പോൾ ഇങ്ങനെ കേരളത്തിൻ്റെ പല ഭാഗത്തുള്ള കുട്ടിക്കും പല പ്രശ്നങ്ങളുമായിരിക്കും. ഇത് ഈ കുട്ടികളെ വൾണറബിൾ ആക്കുന്ന ഒരു മൊമെൻ്റ് ഇട്ട്, അത് പല കാരണങ്ങൾ കൊണ്ട്. ഇപ്പം ഈ കുട്ടി വീക്കായി നിൽക്കുന്ന സമയത്ത് ആ കുട്ടീനെ ഒരു പൂളിലേക്ക് പെടുത്താൻ ഭയങ്കര എളുപ്പമാണ്. ഒരു ലഹരിൻ്റെ അല്ലെങ്കിൽ വേറെ എന്ത് പ്രശ്നത്തിലേക്കാണെന്നെങ്കിലും പെടുത്താൻ ഭയങ്കര എളുപ്പമാണ്. ഇപ്പോൾ ഈവൻ ഈ കുട്ടികൾക്കൊക്കെ ഉണ്ടാകുന്ന ടോക്സിക് റിലേഷൻഷിപ്പുകൾ നോക്കാം. റിലേഷൻഷിപ്പുകളൊക്കെ സ്വാഭാവികമായിട്ടും ആവശ്യമുള്ളതാണ്. പക്ഷേ ചില റിലേഷൻഷിപ്പുകൾ ടോക്സിക് ആയിരിക്കും. ആ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് ഈ കുട്ടികൾ പലപ്പോഴും വീണ് പോകാറുള്ളത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഭയങ്കര വീക്കായി വൾണറബിളായി നിൽക്കുമ്പോൾ, ഇമോഷണലി വീക്കായി നിൽക്കുന്ന ഒരു സമയത്താണ്. അത് പാരൻസും ടീച്ചേഴ്സും ആ ഒരു കുട്ടിയുടെ ആ ഒരു ഇമോഷണൽ സ്റ്റേറ്റിനെ നോട്ടീസ് ചെയ്യാത്തൊരു സമയത്ത് അത് നോട്ടീസ് ചെയ്യുന്നത് വേറെ ആളുകളായിരിക്കും. ആ നോട്ടീസ് ചെയ്യുന്നതിൽ ഒരു കൂട്ടർ ചിലപ്പം ഇത് കച്ചവടം ചെയ്യാൻ ഒരു പോയിന്റ് നോക്കി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഇയാളാണ് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള ടാർഗറ്റ്. ആ കുട്ടീനെ ആടെ കിട്ടും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്ട്രെസ്സും എൻ്റെ ടെൻഷനൊക്കെ ഒഴിവാക്കാൻ ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗ്ഗം എന്ന് പറഞ്ഞിട്ട് അതെ. അവനതിൻ്റെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് പെടുത്താൻ പറ്റും. ഇപ്പം അനുഭവം വന്നിട്ടുള്ളതാണ്, ഇൻബോക്സിൽ വന്നിട്ടുള്ള അനുഭവമാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരാൾ ആദ്യം സിഗരറ്റ് തന്നു. ആ സിഗരറ്റ് തന്നതിൽ ഞാൻ കുറേ കാലം സിഗരറ്റ് ഉപയോഗിക്കാറുണ്ടായിരുന്നു. പക്ഷേ ഞാൻ സിഗരറ്റിൽ നിന്ന് മാറി. പക്ഷേ എൻ്റെ കൂടെ സിഗരറ്റ് വലിക്കാൻ തുടങ്ങിയ പല ആളുകളും ഇപ്പോൾ ഉപയോഗിക്കുന്നത് MDMAയും ബാക്കി മെത്തഫെറ്റമീനും മറ്റേ സിന്തറ്റിക്സും ബാക്കി കാര്യങ്ങളും എല്ലാം ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് തുടങ്ങുന്നത് ഏത് പോയിന്റിലാണ് നമ്മൾ മനസ്സിലാക്കണം. അത് തുടങ്ങുന്നത് പലപ്പോഴും ഈ ഒരു അരക്ഷിതാവസ്ഥയിൽ നിൽക്കുന്ന പോയിന്റിലാണ്. അതിനെ മനസ്സിലാക്കാൻ കൃത്യമായിട്ട് നമുക്കൊരു മെഷീനറി ഉണ്ടാവുക. അതോടൊപ്പം നമ്മുടെ സിസ്റ്റം മാറുക എന്നുള്ളതാണ്. സിസ്റ്റത്തോടൊപ്പം മനുഷ്യന്മാരും മാറണം. അതോടൊപ്പം നമ്മൾ ഈ പറയുന്ന ലഹരി വിൽക്കുന്ന ആളുകളെ കണ്ടുപിടിക്കുക. അപ്പം ഇപ്പോൾ ഈ അടുത്ത് ഏറ്റവും സെലിബ്രേറ്റഡ് ആയിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഈ പറയുന്ന ലഹരി പിടികൂടി എന്നുള്ളതാണ്. ഞാനതിൽ ഭയങ്കര ദുഃഖിതനാണ്, നാട്ടുകാർ ലഹരി പിടികൂടുന്നതിൽ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ലഹരി പിടികൂടേണ്ടി വരുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ സിസ്റ്റം അത്രമേൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഇവിടെ അതെ. ഇന്റലിജൻസ് ഉണ്ട്, ഇവിടെ ബാക്കി കാര്യങ്ങളുണ്ട്, ഇവിടെ എല്ലാ ഇന്റേണൽ ഇൻഫോയും കൊടുക്കാനുള്ള സിസ്റ്റം ഉണ്ട്. എന്നിട്ടും ആ സിസ്റ്റത്തിനൊന്നും ഇത് പിടികൂടാൻ പറ്റുന്നില്ലെങ്കിൽ, നാട്ടുകാരാണ് പിടികൂടുന്നതെന്നുണ്ടെങ്കിൽ, നാട്ടുകാരും പിടികൂടാത്ത എത്രയധികം ഇൻസിഡന്റ് നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെന്ന് അതിനർത്ഥം. അതെ, അതെ, അതെ. അത്രയും അത് അത്രയും സീരിയസ് ആണത്. നാട്ടുകാരെ പിടികൂടുന്നുണ്ടെങ്കിൽ ഇന്റലിജൻസ് അത്രയും വീക്കാണെന്നുള്ളതിനെ കൊണ്ടാണ്, സ്പെഷ്യൽ ബ്രാഞ്ച് അത്രയും വീക്കാണെന്നുള്ളതിനെ കൊണ്ടാണ്. അപ്പം ഈ സ്പെഷ്യൽ ബ്രാഞ്ച് ഒക്കെ എത്ര ആക്ടിവിറ്റികൾ ചെയ്യുന്നതാണ്, എന്നിട്ട് ഇതൊന്നും പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അത് അത്രയും ഡേഞ്ചറാണ്. അപ്പം അതിൽ ഒരു പോയിന്റ് അത്. രണ്ടാമത്തെ പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ നാട്ടുകാർ ഒരു സ്ഥലത്ത് നിന്ന് ലഹരി പിടികൂടി,
ബാക്കിയുള്ള ഇവിടെ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇവിടെ വെറുതെ നിൽക്കുന്ന ചെക്കന്മാരും ജഡ്ജ് ചെയ്യപ്പെടും. ഈ പറയുന്ന നാട്ടുകാരെന്ന് പറയുന്ന ആളുകളൊന്നും ഒരിക്കലും ഇതില് പ്രൊഫഷണലുകളല്ല. അതെ. അല്ലാത്തോണ്ട് തന്നെയുള്ള പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് ചിലപ്പം അപ്പുറത്തെ നാട്ടിൽ നിന്ന് ലഹരി പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ രാത്രി സംസാരിച്ചിരിക്കുന്നവനൊക്കെ കഞ്ചാവായിരിക്കും. ഇപ്പൊ ഇന്നലെ പോലീസുകാരെ ഭാഗത്തുനിന്ന് തന്നെ കണ്ടു. വെറുതെ റോഡ് സൈഡിൽ നിൽക്കുന്ന 2 ചെക്കന്മാരെ കണ്ടിട്ട് "ഞങ്ങള് കഞ്ചാവ് കച്ചവടം ചെയ്യാൻ നിൽക്കുന്നതല്ലേന്ന്." എന്ത് തോന്നിയാസാണ്. അപ്പൊ ഇത് അത് വെച്ചാല് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത അപ്രോച്ചുകൾ ഇവിടെ ഉണ്ടാവും. ഇതിന് വൃത്തിക്ക് ഇതിനെ പിടികൂടാനുള്ള ഒരു സിസ്റ്റം ഇല്ലെങ്കിലുള്ള പ്രശ്നം അതാണ്. നിരപരാധികളായിട്ടുള്ള മനുഷ്യന്മാർ ഈ ട്രാപ്പിലേക്ക് പെടും. അതേ സമയത്ത് ഇതെല്ലാം വലിക്കേണ്ടവൻ വളരെ വൃത്തിക്ക് അത് വലിക്കുകയും അതെ. അടിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. അത് വലിയ പ്രശ്നമാണ്. അതെ. ചെറിയ ചുമയുണ്ട്. സോറി. കണക്കാ ഇവിടെയും കണക്കാ. അത് ശരി. അപ്പോ അതെ. ഈ ആൾക്കാര് പിടിക്കുന്നതിന് നാട്ടുകാര് ഇടപെടുന്നതായിട്ട് പേഴ്സണലി എനിക്കൊരു ഞാൻ ഐ ഡോണ്ട് അഗ്രി വിത്ത് ദാറ്റ്. കാരണം അത് മോറൽ പോലീസിങ് ആയി. അപ്പോ ഈ അടുത്ത് ആരോ എവിടെയോ സംസാരിക്കുന്നത് കേട്ട് കുറച്ചൊക്കെ മോറൽ പോലീസിങ് വേണം. അപ്പോ ഈ പറഞ്ഞ യങ് ചെറുപ്പക്കാരിക്ക് ഒരു പേടി ഉണ്ടാവുന്നുള്ള. പക്ഷേ ഈ മോറൽ പോലീസിങ് ആരാണ് ഇതിന് ലൈന് വരിക്കുക? ഇത്ര ഈ അതെ. ഒരു എമൗണ്ട് മോറൽ പോലീസിങ് ഓക്കെയാണ്. അത് കഴിഞ്ഞാൽ പാടില്ല. ഒരാണും പെണ്ണും നടക്കുന്നത് കണ്ടാല് ചീത്ത പറഞ്ഞാല് അത് മോറൽ പോലീസിങ് ആണ്. പക്ഷേ അതും ഈ പറഞ്ഞ എക്സാക്ട്ലി. പോലെ ഒരു കഞ്ചാവ് അടിക്കുന്ന ആളെ പിടിക്കുന്നത് അതും മോറൽ പോലീസിങ് ആണ്. അപ്പൊ പോലീസാണ് എക്സാക്ട്ലി, നമുക്ക് വേണ്ടത്. എക്സാക്ട്ലി. മോറൽ പോലീസിങ് അല്ല. നമ്മള് ഗവൺമെന്റ് എന്താ പറയാ സ്ലാബില് സാലറി കൊടുത്ത് ഇതാക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് പോലീസ്. അവിടെ പോലീസിന്റെ എന്താ പറയാ പോലീസിന്റെ ഒരു ഓക്കെ എത്രത്തോളം എഫിഷ്യന്റ് ആണെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഒബ്വിയസ്ലി ഡ്രഗ് ഇത്ര എന്താ പറയാ പോപ്പുലർ ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് MDMA ഒക്കെ ഇതൊക്കെ ഉം. ഭയങ്കര എന്താ പറയാ ബ്രെയിൻ ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിന്തറ്റിക് ഡ്രഗ് ആണ് എപ്പോഴും യൂസ് ചെയ്ത് അതെ. കഴിഞ്ഞാൽ. ഇതൊക്കെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എങ്ങനെയാണ് ഇത്രയും പോപ്പുലർ ആയിട്ട് ഇപ്പൊ ഞാൻ എൻ്റെ ഫ്രണ്ടായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു ഇത് എവിടുന്നായിരിക്കും ഇത് വരുന്നത്? കാരണം ഇത് ലാബ് മെയ്ഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ലാബ് മെയ്ഡ് ആയിട്ടുള്ള അതെ. ഒരു ഡ്രഗ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ കെമിക്കൽസ് പുറത്തുനിന്ന് വരണം. അറ്റ്ലീസ്റ്റ് ഇത് ചൈനയിൽ നിന്നോ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ ആയിട്ട് വരണം. അപ്പോൾ ഇതൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ അസീൽ പറഞ്ഞ പോലെ റൂട്ട് ഇതിന്റെ റൂട്ട് കോസ് എന്താണെന്ന് നോക്കിയിട്ട് അവിടെ നിന്നാണ് ഇത് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അല്ലാണ്ട് ഇത് ഡ്രഗ്സ് എടുക്കുന്ന അതെ. കുട്ടി പിന്നെ വേറെ ഒന്നുണ്ട്. ഈ ഡ്രഗ്സ് എടുക്കുന്ന കുട്ടികളെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ ഭയങ്കരമായിട്ട് ഓസ്ട്രസൈസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് തള്ളി മാറ്റുക. അവർ കഞ്ചാവാണ് അല്ലെങ്കിൽ അവർ ഡ്രഗ് അഡിക്ട്സ് ആണെന്ന് പറഞ്ഞിട്ട്. ശരിയാണ് അവർ ചെയ്യുന്ന നല്ല കാര്യമൊന്നുമല്ല. പക്ഷേ സെയിം ടൈം അവരെന്താണോ പറയുന്നതെന്ന് കേൾക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് വേണം. ഒരു ഹെൽപ്പ് ലൈനോ അങ്ങനെ എന്തോ. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഒരു മൂവി ഉണ്ട് ഓഫീസർ ഓൺ ഡ്യൂട്ടി കുഞ്ചാക്കോ ബോബന്റെ. അപ്പോൾ അതിലുള്ളൊരു ഒരു ചെറിയൊരു സീനാണ് അതെനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ചെയ്ത്. സ്പോയിലറാണ്. അപ്പോൾ നീ കണ്ടിരിക്കുന്നോ കാണുന്ന ഞാൻ ആൾക്കാർ കണ്ടതാ. കണ്ടതാ, കണ്ടതാ, കണ്ടതാ. പ്രശ്നമില്ല ഇറങ്ങിയിട്ട് ഇപ്പോൾ OTT-യിലൊക്കെ ഇറങ്ങിയല്ലോ. അപ്പോൾ അതിലൊരു അതെ, അതെ. സീനിൽ കുഞ്ചാക്കോന്റെ മകളെ ഇതേപോലെ ഒരു മാഫിയ എന്നല്ല ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിള് ഡ്രഗ്സ് കൊടുത്ത് ഉം. അതിന് അഡിക്റ്റ് ആക്കി ഉം. പ്രശ്നമാക്കിയൊക്കെ ഉം. അങ്ങനെ അത് അവസാനം കുഞ്ചാക്കോബിനെ അറിഞ്ഞിട്ട് മകളായിട്ട് സംസാരിക്കാനോ ദേഷ്യത്തിൽ ആണ് പോകുന്നത്. അപ്പൊ മകള് അതെ, അതെ. ഡോറടിച്ച് പിന്നെ സൂസൈഡ്. ഡോർ തുറക്കുമ്പോൾ കാണുന്നത് തൂങ്ങി മരിച്ചിട്ടുണ്ട്. സൂസൈഡ്. അപ്പൊ ഈ അതെ. ഡ്രഗ്സ് യൂസ് ചെയ്തതിനോ അല്ലെങ്കിൽ സ്വയം സെക്ഷൽ അബ്യൂസ് നേരിട്ടതിനോ പറ്റി സംസാരിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് അവിടെ ജീവിതം അങ്ങോട്ട് തീർക്കാൻ. അതാണ് അതെ. ലൈക്ക് അവിടെയാണ് നമ്മൾ എപ്പോഴും ഈ ഒരു ഓപ്പൺ സ്പേസ് വേണം എന്നുള്ളതിന്റെ പോയിന്റ് എന്താ പറയാ ഭയങ്കര പ്രസക്തമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഒരാൾ ഡ്രഗ് അഡിക്റ്റ് ആണെങ്കിലും എന്ത് മോശ സ്വഭാവമാണെങ്കിലും അയാൾക്ക് റിക്കവർ ചെയ്യാനുള്ള ഒരു പാത്ത് അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് ആസ് എ സൊസൈറ്റി നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അതെ. അത് ഇപ്പം ഓഫീസർ ഓൺ ഡ്യൂട്ടി ഏതായാലും പറഞ്ഞോണ്ട് പറയാണ്. അതിലാ അമ്മയുടെ ക്യാരക്ടറും അച്ഛന്റെ ക്യാരക്ടറും 2 മെസ്സേജുകളാണ് തരുന്നത്. ആ അമ്മയുടെ അടുത്ത് ആ കുട്ടി കരഞ്ഞോണ്ടിരിക്കാണ്. അച്ഛൻ വരുന്നതിന്റെ അതായത് കുഞ്ചാക്കോവൻ അത് അറിഞ്ഞു വരുന്നതിന് മുമ്പ് അമ്മയുടെ അടുത്ത് ആ കുട്ടി അറിഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയും കുഞ്ചാക്കോവനോട് എനിക്ക് തോന്നുന്നത് ആ അമ്മ തന്നെ പറയുന്നുണ്ടെന്ന് തോന്നുന്നു. അതായത് ഇങ്ങനെയല്ല കുട്ടിയോട് ട്രീറ്റ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ആ അമ്മ തന്നെ സംസാരിക്കുന്നുണ്ട്. പക്ഷേ അയാളത് ഭയങ്കര സീരിയസ് ആയിട്ട് അങ്ങോട്ടേക്ക് പോവുകയും ആ അയാളുടെ ആ ഒരു ആക്രോശം കണ്ട മൊമെന്റിൽ കുട്ടി സൂസൈഡ് ചെയ്യാൻ തീരുമാനിക്കുകയും ചെയ്യാണ്. അപ്പൊ ആരാണ് അതെ. ആ കുട്ടീനെ കൊല്ലുന്നത് എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യാന്ന് തോന്നുന്നു. അല്ല പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ അതിൽ ഏറ്റവും വലിയ കോമഡി ഉം. ആയിട്ട് ആ ഫിലിമിൽ തോന്നിയത് രണ്ടാമത്തെ കുട്ടിയാണ്. പാവം ചെറുപ്പം മുതൽ ട്രോമ. അച്ഛൻ എങ്ങനെ അമ്മ എങ്ങനെ ചേച്ചി പോയി എല്ലാം കാണുന്നു. കുട്ടീനെ തട്ടിക്കൊണ്ടു പോകുന്നു. തട്ടിക്കൊണ്ടുപോയ കുട്ടീൻ്റെ അമ്മനെ കുത്തിക്കൊല്ലുന്നു. എന്തൊക്കെയാണ് ആ ചെറിയ കുട്ടിയുടെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര പിന്നെ ക്ലൈമാക്സിലെ പാവമായിട്ട് തോന്നി. ഫൈറ്റും. കോമഡിയായി തോന്നി. അതെ. അപ്പോൾ ഈ ഡ്രഗ്സിന്റെ ഇതില് അതേപോലെ ഡ്രഗ്സ് ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റൂല. പക്ഷേ ഈ കുട്ടി എഡ്യൂക്കേഷനും ഇതൊക്കെ ആയിട്ട് വരുമ്പോൾ എനിക്ക് തോന്നിയ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ അവിടെ അത്ര ഒരു കൾച്ചറൽ സ്പേസസ് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റ് പ്ലേസസ് ഇല്ല എന്നുള്ള. കാരണം നമ്മുടെ യൂത്താണ്. ഈ യൂത്ത് എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താ പറയുക ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക്
ചില മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ അങ്ങനത്തെ ഒരാളല്ല. കുട്ടികൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് പറഞ്ഞ് താത്തില്ല. പക്ഷേ നമുക്കത് ഫ്രണ്ട്സിനായിട്ട് ഹാങ് ഔട്ട് ചെയ്യണം. നമ്മളെ പിയേഴ്സിനായിട്ട് നമുക്ക് സംസാരിക്കണം. അപ്പോൾ അതിനൊന്നുള്ള ഒരു സ്പേസിൻ്റെ കുറവുണ്ട്. കാരണം ഇപ്പം അതെ, അതെ. ഞാൻ കോഴിക്കോട്ടുകാരനാണ്. കോഴിക്കോടാണെങ്കിൽ എന്താ ചെയ്യുക? ബീച്ചിൽ പോയിരിക്കുക എന്നുള്ളതാണ്. ബീച്ചിൽ പോയിരുന്നിട്ട് ഉം. ഫ്രണ്ട്സിനായിട്ട് സംസാരിക്കുക. അതും ഇരുടായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയുക കുറച്ച് പ്രൈവസി ഉള്ള ഒരു സ്ഥലത്ത് പോയിരിക്കുക. അല്ല അപ്പർ മിഡിൽ ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ ചിലപ്പം വല്ല കഫേയിലും പോയിരിക്കും. അത്രയേ ഉള്ളൂ. അതെ. പക്ഷേ അതുമാത്രമല്ലാതെ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് ഞാൻ ക്ലബ്ബ് തുടങ്ങണം, പബ്ബ് തുടങ്ങണം എന്നൊന്നുമല്ല പറയുന്നത്. എന്താ പറയാ, ഈ ഒരു ഇന്റലക്ച്വൽ എക്സ്ചേഞ്ചിനും കാര്യങ്ങൾക്കും ആയിട്ടുള്ള കുറെ കഫേസ് അല്ലെങ്കിൽ കൾച്ചറൽ ഇവന്റ്സ് ഇപ്പം വരുന്നുണ്ട്. ലൈക്ക് എനിക്ക് അറിയാതെ, പക്ഷെ അതൊരു ഫാക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കുട്ടികൾക്ക് പോയി ഇരുന്ന് അല്ലെങ്കിൽ അവരുടെ ടൈം ഈ പറഞ്ഞ മാതിരി എൻജോയ് ചെയ്ത് ഇത് സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞിരിക്കുന്നത് ഈ എന്റർടൈൻമെന്റിനുള്ള സ്പേസസ് ഇല്ല. അതാണ് യൂറോപ്പിലേക്കും മറ്റിടത്തേക്കും പോകുന്ന ആൾക്കാർ ഈ വലിയ കാര്യത്തിൽ ലിവിങ് സ്റ്റാൻഡേർഡ് ചേഞ്ച് എന്ന് പറയുന്നതിൽ ഒരു ഫാക്ടർ ഇതാണ്. ഇവിടെ അതിനുള്ള സ്പേസ് ഉണ്ട്, സ്ഥലങ്ങളുണ്ട്. ഇപ്പൊ വർക്ക് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയിരുന്ന് സംസാരിക്കാനുള്ള സ്ഥലങ്ങളും കാര്യങ്ങളും ഉണ്ട്. ശരിയല്ലേ? അതെ. ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഞാനും കോഴിക്കോട്ടുകാരനാണ്. അപ്പൊ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ ബീച്ചിൽ പോയി ഇരിക്കാന്ന് തന്നെ പറഞ്ഞോളി. ബീച്ചിൽ പോയി ഇരിക്കുമ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സൊസൈറ്റിയിൽ തൊടും ഞാൻ ഇന്നലെ ആലോചിച്ചു. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ ബീച്ചിൽ വെറുതെ ഇങ്ങനെ ഫോട്ടോ എടുത്തോണ്ട് നിക്കാണ്. എത്രത്തോളം കണ്ണാണ് ഫോട്ടോ എടുക്കുന്നിടത്തേക്ക് വരുന്നതെന്ന് ആലോചിക്കാണ്. വല്ലാത്ത ബുദ്ധിമുട്ടാണ്. 10:30 അല്ല ഒരു 11 മണി ആയിട്ടുണ്ടാവും. ഞങ്ങളെന്താ വെച്ച് കഴിഞ്ഞാല് കോളേജ് കഴിഞ്ഞു. അപ്പൊ ഞങ്ങള് അവസാനം ഒരു നോമ്പുറൊക്കെ കഴിഞ്ഞങ്ങാണ്ട് ബീച്ചില് വെറുതെ വർത്താനം പറയാൻ സൗത്ത് ബീച്ചിന്റെ അവിടെ വളരെ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലമാണ്. അവിടെ നിന്നിട്ട് നമ്മളെല്ലാരും കൂടി ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുമ്പോഴേക്കും അപ്പുറത്തുനിന്ന് ഒരു കാക്ക ഇങ്ങനെ കാക്കുന്നുണ്ട്. എന്താണെന്തോ അത് വല്ലാതെ കാരണം വളരെ വൃത്തിക്ക് പോകുന്ന ആൾക്കാരായിരിക്കും. എന്നാൽ ഇവര് ഈ ഒരു ജനറേഷനെ മൊത്തത്തിൽ അങ്ങനെ അങ്ങ് വെറുപ്പിക്കുകയാണ്. ഇപ്പൊ കോഴിക്കോട് ഫുഡ് സ്ട്രീറ്റ് ആയിരുന്നു കോവൂര്. കോവൂരും കോറുണ്ട് നമ്മള് ഇതേപോലെ നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. ഇപ്പൊ ഇന്നലെ മുതൽ എന്ത് ചെയ്തു കഴിഞ്ഞാൽ കോവൂര് 10:30ക്ക് ശേഷം എല്ലാ പീടികകളും പൂട്ടിക്കോളണം എന്ന് പറഞ്ഞു. ഇന്നലെ മുതൽ പോലീസുകാർ ഇറങ്ങി പൂട്ടിക്കാണ്. കോവൂര് എന്താ വെച്ചാൽ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞാലാണ് അവിടെ ഒരു സമാധാനത്തിൽ ഇരുന്ന് വർത്താനം പറയാൻ പറ്റുക. വെറുതെ ചങ്ങായിമാരായിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് നമ്മളിങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്ന ചായവാലയാണെങ്കിൽ ഏലക്കായ ആണെങ്കിൽ നമ്മൾ സംസാരിച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു. അത് അങ്ങോട്ട് ഇല്ലാതാക്കാണ്. എന്താ കാരണം? അതിന്റെ അടുത്ത് നിന്ന് MDMA പിടിച്ചു. ആയിക്കോട്ടെ. അപ്പൊ എന്താ ഒരു സിസ്റ്റം എന്നുള്ള നിലക്ക് നമ്മൾ ചെയ്യണം. നമ്മൾ 2025 നമ്മൾ കേരള പോലീസ് ഭയങ്കര അടിപൊളിയാണ്. നമ്മുടെ സിസ്റ്റം ഭയങ്കര സൂപ്പറാണെന്ന് നമ്മൾ ഡെയിലി സോഷ്യൽ മീഡിയയിൽ സ്റ്റോറി സ്റ്റാറ്റസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ അടിപൊളിയായ സിസ്റ്റത്തെ എന്താ ചെയ്യേണ്ടത്? ഇത് കച്ചവടം ചെയ്യുന്ന ആൾക്കാരെ ഇല്ലാതാക്കുക. എന്നിട്ട് മക്കളെ നിങ്ങൾ എൻജോയ് ചെയ്യുന്നവരാണ്, നിങ്ങൾ എൻജോയ് ചെയ്യാനുള്ള എല്ലാ സ്പേസും നമ്മുടെ നാട്ടിലുണ്ടെന്ന് ഈ കാലഘട്ടത്തിലെങ്കിലും പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയത്. അല്ല, അതെ. മറിച്ച് എന്താണ് എല്ലാവരും അങ്ങ് പൂട്ടിയിടുക. എല്ലാം അങ്ങോട്ട് പൂട്ടിയിട്ടാ പ്രശ്നം തീർന്ന്. രാത്രി ആരും പുറത്തിറക്കണ്ട. എല്ലാവരും വീടിന്റെ ഉള്ളിൽ ഇരുന്നോളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പ്രശ്നം തീർന്ന്. കുട്ടികൾ വീണ്ടും പോകും. എന്നിട്ട് നമ്മളെ ഹ്യൂമൻ റിസോഴ്സ് പോകുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഭയങ്കര വിഷമവും നമ്മൾ എന്നിട്ട് അതിൽ കവിത എഴുതുകയാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വിദ്യാർത്ഥികൾ പലായനം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞങ്ങാട്ട്. ഇത് അതെ. പലായനം ചെയ്യിപ്പിക്കുക, നിർബന്ധിത പലായനാണ് ഇതൊക്കെ. അത് അത് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ ക്വാളിറ്റി അതിൽ ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആണ് ഈ ലിവിങ് സ്റ്റാൻഡേർഡ്സ് നിങ്ങൾ പറഞ്ഞ പോലെ. ആ ഒരു കൾച്ചറൽ ആയിട്ടുള്ള ആ ഒരു മാറ്റം എന്നിനി ഉണ്ടാവും എന്നുള്ളത് വലിയ ചോദ്യമാണ്. അതെ. ഈ പറഞ്ഞ പോലെ ബേബി സ്റ്റെപ്സ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് നീ പറഞ്ഞ പോലെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ചെറിയ ചെറിയതായിട്ടുള്ള മാറ്റങ്ങൾ വരണം. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക കരിക്കുലർ നമ്മളെ ബുക്ക് അല്ലാതെ ബാക്കിയുള്ളതിനും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിന്റെ തന്നെ എടുക്കുക. നീ വളരെ എന്താ പറയുക ആർട്ടിക്കുലേറ്റ് ആയിട്ട് ഞാൻ മുമ്പ് പറഞ്ഞു സംസാരിക്കുന്നത് നിന്റെ ഇൻട്രസ്റ്റ് ഇതിനാണ്. പക്ഷെ നിനക്കിത് ഒരു കരിയർ ആക്കാൻ ഉള്ള ഓപ്ഷൻ ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഇതില്ലാലോ. നിനക്ക് കഴിവുള്ളൊരു ഇതാണ്. ഈ കഴിവ് എത്ര പേർക്കുണ്ടാവും? അധിക പേർക്കൊന്നും ഈ കഴിവുണ്ടാവില്ല. വന്നിരുന്ന് സംസാരിക്കാനും, സംസാരിക്കുന്ന കാര്യം നല്ല രീതിയിൽ കൺവേ ചെയ്യാനും ഒക്കെ. ഇത് എല്ലാവർക്കും ഉള്ള കഴിവല്ല. ഈ കഴിവ് കണ്ടെത്തിയിട്ട് ഇത് ഈ ഒരു സ്ട്രീമിൽ പോയാൽ ഇതിൽ പോയിക്കോ ഇതിനിപ്പോൾ എന്താണ് ഇത്? അപ്പോൾ എന്താ പറയല്ല അത് നോൺ കൺവെൻഷണൽ വേ ആണ്. ഉം. അത് ഓഫീസ് ജോബ് കിട്ടൂല, ശമ്പളം കിട്ടൂല. ആ, അങ്ങനെയാണ് അതെ. നമ്മളെല്ലാവരും മോൾഡ് ചെയ്തെടുത്തത്. നമ്മൾ എഡ്യൂക്കേഷൻ അത് നമ്മുടെ നാട്ടിലും അല്ല, ഇന്ത്യ ഒട്ടാകെ അങ്ങനെ തന്നെയാണ്. സംസാരിക്കുന്ന നമ്മളെ നാടിനെ പറ്റിയിട്ടാണല്ലോ. പിന്നെ ഈ 2K കുട്ടികളെ കുറ്റം പറയുന്നത്, അതും ഞാൻ വീണ്ടും പറയും. റൂട്ട് സൈഡിലുള്ള ഒരു സാധാരണക്കാരൻ പറയുന്നത് ഓക്കെയാണ്. പക്ഷേ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റോ ഒക്കെ ഇത് പറയാ. ഇപ്പം ഇഷ്ടം പോലെ ഇപ്പം നിന്റെ ആ ചർച്ച തന്നെ അതിൻ്റെയൊക്കെ ആ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഹെഡ്ലൈനിൽ ഉം. 2K കിഡ്സിന് എന്താണ് പ്രശ്നം അല്ലെങ്കിൽ 2K കിഡ്സ് ഇങ്ങനെയാണ്. ഇത് പൊട്ടത്തരല്ലേ, പച്ച അപകടകാരികളാണ് പൊട്ടത്തരാണ്. എന്താ പറയാ, തെറി പറയുന്നില്ല, പക്ഷെ പൊട്ടത്തരാണ്. ഒരു 2000-ന് ശേഷം ജനിച്ച ആൾക്കാരൊക്കെ ഇതാക്കുക. ഇപ്പം ഞാൻ ഈ കോളിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ജസ്റ്റ് കുറച്ച് 1-2 കാര്യങ്ങൾ നോക്കിയിരുന്നു. അതിൽ നോക്കി ഒരു ഒരു കാര്യം എനിക്ക് പറയണം തോന്നിയത് ഒരു സ്റ്റാറ്റ്സ് ആണ്. ലൈക്ക് ഇന്ത്യയിലുള്ള ക്രൈം പ്രിസൺ റെക്കോർഡ്സ് ആയിരിക്കും. ജയിലിലുള്ള ആൾക്കാർ
ഉഹും. 30നും 50നും വയസ്സിനിടയിലുള്ള ആളുകളാണ് 44% ഇന്ത്യയിൽ ജയിലിലുള്ളത്. അപ്പോൾ അവിടെ പോയി ഇപ്പോൾ ഈ 2000 എന്ന് വെച്ചിട്ട് ഇപ്പോൾ 30 വയസ്സാണെന്നുണ്ടെങ്കിൽ 90സിൽ ജനിച്ച ആൾക്കാർ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. അത് അപ്പോഴത്തെ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്താ പറയുക 90സിൽ സോറി നയൻറ്റീസിലോ അല്ലെങ്കിൽ 80സിലോ MDMAയോ അല്ലെങ്കിൽ മെത്തോ ഒന്നും ഉണ്ടായിന്ന് വരില്ല. പക്ഷെ അന്ന് എന്താ പറയുക കഞ്ചാവോ കൊക്കൈനോ അങ്ങനായിട്ട് അന്നത്തെ പല ഡ്രഗ്സും അന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിങ്ങനെ ഈ 2K അതെ. കിഡ്സിനെ പറ്റി പറയാന്ന് പറഞ്ഞാൽ ഞാൻ ഐ സീ ഇറ്റ് ആസ് എ വേസ്റ്റ് ഓഫ് ടൈം. അതെന്തോ എവിടുന്നും തുടങ്ങി എന്നുള്ളത് അറിയില്ല. അതാണ്. അതെന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ലേ, ഈ ഡിസ്കഷനുകള് പലരെയും തൃപ്തിപ്പെടുത്താനുള്ളതാണ്. ഒരു 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 വലിയൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഈ ഈ ഡിസ്കഷൻ കാണാണ് വേണ്ടത്. കുട്ടികളെല്ലാവരും മോശക്കാരാണെന്നുള്ളത് കേൾക്കാണ് വേണ്ടത്. എന്ന് വെച്ചാല് അത് മലയാളിനെ ഹുക്കപ്പ് ചെയ്യാനുള്ള ഏറ്റവും എളുപ്പത്തിലുള്ള മാർഗ്ഗമാണ്. അതായത് നമ്മൾ ഭയങ്കര പെർഫെക്റ്റ് ആണ്. അത് അപ്പുറത്തുള്ളവനാണ് പ്രശ്നം എന്ന് പറയാം. ഇപ്പം നമ്മളെ ഓഡിയൻസ് ആരാണെന്ന് നോക്കുക. അപ്പോൾ മെയിൻ സ്ട്രീം മീഡിയ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഓഡിയൻസ് കുറച്ചുകൂടി സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്. ഓലെ മുമ്പിൽ പോയിട്ട് നമ്മൾ മാറേണ്ടതൊന്നുമില്ല. ഈ കുട്ടികൾ അങ്ങോട്ട് മാറിയാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെ. ഇവരെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെടുത്താൻ പറ്റി. അതേ സമയത്ത് ഒരു നെറ്റായിട്ട് ഇവിടെ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ? ഒലക്ക ഉണ്ടാകുന്നുണ്ടോ? ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ചർച്ച ഇവര് ഈ ചർച്ചകൾ ഇപ്പോൾ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമം കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ലഹരിക്കെതിരെ ഞങ്ങൾ പോരാടുന്നുണ്ട്, മറ്റേതാക്കുന്നുണ്ട്, ഇതാക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഓലെ റിപ്പോർട്ടിംഗ് ആണ് കേരളത്തിലെ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 2 ചാനലില്ലേ എടുത്ത് നിങ്ങൾക്ക് ആ ചാനൽ 2 ഏതാന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഉം. അതിലൊരു ചാനലിന്റെ ചർച്ചയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ഈ അതെ. 2 ചാനലാണ് സത്യം പറഞ്ഞാൽ ഇവിടുത്തെ ഏറ്റവും വലിയ സാമൂഹ്യ ദ്രോഹം. കാരണം ഇവര് റിപ്പോർട്ട് ചെയ്യുന്നത് മൊത്തം ആൾക്കാർക്ക് ഒരു എന്താ പറയാ, ആൾക്കാർക്കൊരു ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു വികാരം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മാത്രമാണ്. മാറ്റം ഉണ്ടാക്കാനുള്ള ജേർണലിസം ഒന്നും ജേർണലിസത്തിന്റെ ഇന്റൻഷൻ ഒന്നെങ്കിൽ അറിവ് കൊടുക്കുക, അല്ലെങ്കിൽ മാറ്റം കൊടുക്കുക. ഇതിൽ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? ഇത് രണ്ടും ഇല്ല. വികാരാണ് കൊടുക്കുന്നത്. അതങ്ങ് പമ്പ് ചെയ്ത് വിടുകയാണ്. അത് കണ്ടും കേട്ട ആൾക്കാർ കമന്റ് ചെയ്യും, ആൾക്കാർ ലൈക്ക് ചെയ്യും, കുറെ തീയിടും. എന്താ ഇത് കഴിഞ്ഞിട്ട് നടക്കാൻ പോകുന്നത്? ഒന്നുമില്ല. നമുക്ക് ഇവിടെ കുറെ മാറേണ്ട കുറെ സാധനങ്ങളുണ്ട്. അതിന് അതെ. ആൾക്കാര് മാറണം. നമ്മൾ സിസ്റ്റത്തിനെ മാത്രം വായിച്ചിട്ട് കാര്യമല്ല. ആദ്യം നമ്മളാ മാറണ്ടേ. എൽ അതിനുള്ളൊരു മെസ്സേജ് ഇപ്പോഴും കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതെ. എല്ലാത്തിന്റെ മുകളിലും ക്യാപിറ്റലൈസ് ചെയ്യാണ്. പൈസ എവിടുന്ന് കിട്ടോ അത് ചെയ്യാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഒരു ചാനലിനെ പറ്റി മുമ്പൊരു എന്താ പറയാ ജേർണലിസ്റ്റ് നമ്മുടെ വല്ലാത്തൊരു കഥ ആയിട്ടുള്ള ബാബു പറയുന്നുണ്ട്. ബാബു രാമചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് ജേർണലിസം അതൊരു ഒരു എന്തേനു പറഞ്ഞത്? ഒരു ഒരു പെർഫോമൻസ് ആയിന്ന്. ജേർണലിസം എന്ന് പറയുന്നത് ഉം. ഒരു പെർഫോമൻസ് ആയി. അത് സത്യാണ്. പക്ഷെ അതെങ്ങനോ നമ്മുടെയൊക്കെ റൂട്ടിലുള്ളതാ. കാരണം ഇപ്പൊ ഈ സിനിമനെ കുറ്റം പറയുന്നത്, സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. മാർക്കോ അറ്റ്‌ലീസ്റ്റ് ഈ പറഞ്ഞ പോലെ തിയേറ്ററിലെങ്കിലും 18+ ടാഗ് ആയിട്ടാണ് വന്നത്. ന്യൂസ് ചാനല് ഉം. എത്ര വയസ്സുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റും? അറിയോ? നിനക്കും അതെ. അറിയലുണ്ടാവില്ല, എനിക്കും അറിയലുണ്ടാവില്ല. ടിവി ഇല്ല ഓണാക്കിയാൽ അല്ലേ? കാണാൻ പറ്റുന്ന സാധനമാണ്. ഞാനൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക കുറേ രാഷ്ട്രീയ നേതാക്കൾ ഇരുന്ന് തെറി പറയുന്നത്. ലൈവ് ടെലിവിഷനിലിരുന്ന് തെറി പറയും. അതും ഇൻഫ്ലുവൻസ് ചെയ്യല്ലോ ഒരു കുട്ടീനെ. ഇപ്പൊ തൊപ്പീനെ കുറ്റം പറയുന്നത് ശരിയാണ്. കുറ്റം പറയേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ ഈ പറയുന്നത് നമ്മള് വോട്ട് ചെയ്ത് ഒരു സ്ഥാനത്ത് ഇരുത്തിയ ആൾക്കാരാണ് ഒരു സിവിക് സെൻസ് എന്താണെന്ന് അറിയാണ്ട് നാഷണൽ ടെലിവിഷനിലോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ പ്രൈം ടൈം ടെലിവിഷനിൽ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറി വിളിക്കുന്നത്, ഒരു മ്യൂച്വൽ റെസ്പെക്റ്റ് കാണിക്കാതെ സംസാരിക്കുന്നത്. അപ്പൊ ഇതും ഇൻഫ്ലുവൻസ് ചെയ്യൂലേ? സിനിമ മാത്രമല്ലല്ലോ, ഇതൊക്കെ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ പറയണ്ടേ? അതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഇത് ചർച്ചയിൽ എനിക്ക് ചോദിക്കേണ്ട സാധനം. ഇനി ഒരു ചർച്ചയുടെ ഒരു അവസരം കിട്ടിയാൽ ഞാനത് ചോദിക്കും. കാരണം ഒരു തമ്മിലൊരു റെസ്പെക്റ്റ് ഞാനിപ്പോ ഇങ്ങള് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. തമ്മിലൊരു റെസ്പെക്റ്റുമായിട്ട് എങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ഡയലോഗ് എങ്ങനെ ഉണ്ടാവേണ്ടി എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇപ്പൊ കുട്ടി പഠിക്കുന്നുണ്ടാവും. ഈ ചർച്ചയൊക്കെ വീട്ടിലെ ചർച്ച കണ്ടിട്ടായിരിക്കുമല്ലോ. ഇങ്ങനെയാ ഡയലോഗ് ഉണ്ടാവുക? അതെ. ഇങ്ങനെ അതായത് ഒരാളെ ബോഡി ഷെയിം ചെയ്യാൻ കഴിയുന്നിടത്തോളം ബോഡി ഷെയിം ചെയ്യുന്നു. ഒരാളുടെ വർഗ്ഗത്തെ, അയാൾ വരുന്ന പ്രദേശത്തെ, അയാളുടെ നിറത്തെ ഇങ്ങനെയൊക്കെ കുറ്റപ്പെടുത്തി അയാളെ എന്താ പറയാ, അയാളൊരു ഇൻഫീരിയർ ആക്കാൻ പറ്റുന്നു. അങ്ങനെയൊക്കെ ഇൻഫീരിയർ ആക്കുന്ന, അയാളുടെ പാസ്റ്റ് ആക്ടിവിറ്റികൾ പറഞ്ഞുകൊണ്ട് ഇൻഫീരിയർ ആക്കുന്ന, അങ്ങനെ ഡയലോഗ് ഉണ്ടാവുകയല്ലല്ലോ. അപ്പം അതും ആൾക്കാരെ, കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ നാളെ മുതൽ ഈ ചർച്ചകളൊക്കെ അങ്ങോട്ട് റെഗുലേറ്റ് ചെയ്യട്ടെ. അതെ. എക്സാക്ട്ലി. അത് അതെ. ഇവരതിലേക്ക് എത്തൂല. കാരണം ഇതൊക്കെ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയാണ് ഇതിന്റെയൊക്കെ പൊള്ളത്തരങ്ങൾ നമുക്ക് തുറന്ന് കാണിക്കാൻ പറ്റാ. ഇതൊക്കെ ഏത് വരെയാണ് ഈ ചർച്ചകളും ഈ ഡിസ്കഷനുകളും ഒക്കെ പോണെന്നുള്ളത്. അതിലാണ് പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള നമുക്കൊരു കുറ്റബോധം തോന്നുക. ഇതിലൊക്കെ പങ്കെടുത്തോണ്ട് നമ്മളും ആൾക്കാരെ സമയം കളയല്ലേന്ന്. പിന്നെ ഒരു പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാല് ആരെങ്കിലും ഒരാൾ അവിടെ കേറിങ്ങാണ്ട് എന്തെങ്കിലും ഒന്ന് പറയണല്ലോ എന്നുള്ള അതെ. രീതിയില് അല്ലല്ല. അങ്ങനെ പോവാന്നുള്ളതാണ്. ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത്. കാരണം ഇപ്പൊ നീ പറഞ്ഞത് ഇപ്പം പല സ്ഥലത്തും വൈറലായ ആൾക്കാരെ കാണാം. അപ്പൊ കമന്റിലൊക്കെ എനിക്ക് ഞാൻ കണ്ടതെന്താ വെച്ചാൽ ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിന്റെ ഏജ് ഗ്രൂപ്പിലുള്ളായാലും എന്റെ ഏജ് ഗ്രൂപ്പിലുള്ളായാലും. കാരണം ഇങ്ങനെ ഒരാൾ അവിടെ ഈ പറഞ്ഞ പോലെ കച്ചറ കൂടുന്നതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇപ്പൊ നീ പറഞ്ഞൊരു കാര്യത്തിനെ എന്താ പറയാ ഇന്റലക്ച്വലി ആർഗ്യൂ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല.
നീ പറഞ്ഞ ഫാക്ട്സിനായിട്ട് ആർഗ്യൂ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. പറഞ്ഞ പോലെ ഇപ്പം ഈ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്തേക്കണതൊന്നും എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങനത്തെ ഇൻസ്റ്റൻസ് എത്ര ഉണ്ടായിട്ടുണ്ട്. ഇപ്പം അതെ, അതെ. കുറെ ഫേമസ് ആയിട്ടുള്ളൊരു മീമേനു അഭിലാഷേ 2 സെക്കൻഡ് തരൂ 5 മിനിറ്റ് തരൂ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആ ഒരു അതെ. ഫോർമാറ്റ് തന്നെ എന്താ പറയാ ഔട്ട്ഡേറ്റഡ് ആണ്. ഒരു 4 ആൾക്കാരുണ്ടാവും, 4 ആൾക്കാർക്ക് 2 മിനിറ്റ് സംസാരിക്കാൻ. ഇപ്പോൾ നമ്മൾ മെർഡറിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്, ഡ്രഗ്സിനെ പറ്റിയിട്ടാണ്, കുട്ടികളുടെ യൂത്തിനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. ഈ 2 മിനിറ്റിൽ എന്ത് കൺവേ ചെയ്യാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ട്? ആ ഒരു ഫോർമാറ്റ് തന്നെ പ്രശ്നമാണ്. അതെ. അതാണ്. ഇവര് ചർച്ചകളെന്ന് പറയുന്നത് തന്നെ ഇപ്പൊ പ്രൈം ടൈം ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റൊക്കെ ഉണ്ടാവുക. ബാക്കി മൊത്തം ആഡ് സ്ലോട്ട് ആയിരിക്കും. അല്ലെങ്കിൽ അതെ. ഒരു അരമണിക്കൂർ ചർച്ചയാണെന്നുണ്ടെങ്കിൽ ഇപ്പം 1 മണിക്കൂർ ചർച്ചയാണെന്നുണ്ടെങ്കിൽ അതൊരു 30, 35 മിനിറ്റ് ഉണ്ടാവും. 1 മണിക്കൂറിന്റെ ചർച്ചയ്ക്ക് ചർച്ചയായിട്ട്. ആ 35 മിനിറ്റിനെയാണ് ചിലപ്പോൾ 4 ആയിട്ടോ 5 ആയിട്ടോ ചിലപ്പോൾ 7 ആയിട്ടോ ഒക്കെ ഡിവൈഡ് ചെയ്യുന്നത്. ഒരു ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ അതിന്റെ ഇടയിൽ ആ ചാനൽ സ്പോൺസർ ചെയ്യുന്ന വേറെ എന്തോ ഒരു പരിപാടി ഉണ്ടായി. പിന്നെ കട്ട് ടു ദാറ്റ് ആണ്. സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ. ഇപ്പം ഇവരൊക്കെ ഏതാച്ചാല് ആ ടൈം അങ്ങോട്ട് ഫില്ല് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇന്നൊന്നും ഒരു ഉപകാരത്തിലേക്ക് സത്യം പറഞ്ഞാൽ എത്തുന്നില്ല. അവിടെ എനിക്ക് തോന്നുന്നത് നമുക്ക് ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും നമുക്ക് ഇവിടെ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സോഷ്യൽ മീഡിയന്ന് ബാക്കിയുള്ള പ്ലാറ്റ്ഫോമുകളിൽ നിന്നൊക്കെ രൂപപ്പെടുന്ന സർക്കിളുകളായിരിക്കും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ പറയുന്ന ഈ കണ്ടംപററി മീഡിയനേക്കാളും കൂടുതൽ ഈ പറയുന്ന ഈ മെയിൻ സ്ട്രീം മീഡിയനേക്കാളും കൂടുതൽ മാറ്റം ഉണ്ടാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അവരൊരു പക്ഷേ ഈ പറയുന്ന പുതിയ ആളുകൾ ഒരുപക്ഷെ ചിലപ്പം പുതിയ ഫേമുകൾക്ക് തുടക്കമിട്ടേക്കാം. അവർ പുതിയ നെറ്റ്വർക്കുകൾ ഉണ്ടാക്കിയേക്കാം. ആ നെറ്റ്വർക്കുകളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ഇവിടെ അക്കാഡമിക് ആയിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതിലാണ് ഞാൻ ഒരു പ്രതീക്ഷ വെക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അതെ, അതെ. ഐ അഗ്രി. അത് ശരിയാണ്. കാരണം ഈ പറഞ്ഞ പോലെ നമുക്ക് ഈ ഈ എന്താ പറയാ സോഷ്യൽ മീഡിയ കൂടെ വരുന്ന അല്ലെങ്കിൽ ഒരു ഞാനിതിനെ വിളിക്കല് സബ് കൾച്ചർ മീഡിയ എന്നാ. കാരണം ഇത് നമ്മളെ മെയിൻ സ്ട്രീം അല്ല. സബ് കൾച്ചർ മീഡിയയിൽ നമുക്ക് ഉത്തരം പറയാൻ ആരുമില്ല. നമ്മളെന്നെ നമ്മുടെ ബോസസ്. ലൈക്ക് സോ നമുക്കെന്താണോ നമ്മുടെ ആശയം എന്താണോ അത് നമുക്ക് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പറയാം. ഇപ്പൊ കമന്റിൽ വന്ന് ഉം. തെറി വിളിക്കുന്ന ആളുകളെ ഒഴിച്ച് നിർത്തിയാൽ അവർക്ക് നമ്മൾ അക്കൗണ്ടബിൾ അല്ല. നമുക്ക് നമ്മുടെ അതെ. അഭിപ്രായം എന്താണ്? അതിലിനിയിപ്പോൾ തെറ്റുണ്ടെന്നുണ്ടെങ്കിൽ അത് അഡ്മിറ്റ് ചെയ്യാൻ നമ്മൾ ഓക്കെയാണ്. എന്ന് വെച്ചിട്ട് ഇപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞു വെച്ചാൽ നമ്മളെ അഡ്വർടൈസ്മെന്റിൽ നമ്മളെ ഒരു സ്പോൺസർ ഒഴിവാക്കി പോകാനൊന്നും ആ ഒരു സ്പേസ് അല്ലല്ലോ ഇത്. അതെ, അതെ. അതൊരു ഇതാണ്. ഈ ഒരു സ്പേസിന്നായിരിക്കും ഇനി നാളുകളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അല്ലാതെ മീഡിയ നന്നായി, ആ നന്നായ മീഡിയയിലൂടെ നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട്, ആ ചർച്ചകളിലൂടെ അവിടെ ഒരു മാറ്റം ഉണ്ടാവുക എന്നുള്ളതൊന്നും അല്ല എനിക്ക് പ്രതീക്ഷ. ഇതിലൊക്കെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്. അവര് വഴിയാണ് മാറ്റം ഉണ്ടാവുക എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ ആ അതെ. ആളുകള് ആ ആളുകളുടെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാവും വൈകാതെ. ആ നെറ്റ്വർക്കുകളായിരിക്കും. ഒരു നെറ്റ്വർക്ക് ആയിരിക്കില്ല. അത് മൾട്ടിപ്പിൾ നെറ്റ്വർക്കുകളായിരിക്കും. അതായിരിക്കും ഇവിടെ ചേഞ്ച് ഉണ്ടാക്കാൻ പോകുന്നത്. അതെ, അത് ആവശ്യമാണ്. ആ, ഒരു ആസ് എ സൊസൈറ്റി അതെ. നമുക്കത് വളരെ ആവശ്യമാണ്. കാരണം സത്യം പറഞ്ഞാല് ഇപ്പൊ ഭയങ്കര പ്രശ്നമാണ് ഈ എന്താ പറയാ ഇപ്പം പറയുന്ന ഈ ഒരു ബുള്ളിയിങ്ങിൽ സൂയിസൈഡ് ആണെങ്കിലും പിന്നെ ഈ 5 പേരെ കൊന്ന കേസാണെന്നുണ്ടെങ്കിലൊക്കെ. പക്ഷേ ഇതൊന്നും ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. ഇപ്പൊ കേരളത്തിൽ തന്നെ എടുത്തു നോക്കിയാലും ആദ്യമായിട്ട് നടക്കുന്ന സംഭവമല്ല. ഇത് അടുപ്പിച്ചിങ്ങനെ വന്നു. ആ ഒരു എന്താ പറയാ കുട്ടികളെ കുറ്റം പറയാനോ ഇതാരുടെ തലയിൽ നിന്നാണ് വരുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ ഈ 2K കിഡ്സിനെ കുറ്റം പറയാ എന്നുള്ള അത് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അത് ഒരു ഫാക്ച്വലി ഒരു ഒരു ആളുകൾ ചെയ്യുന്ന ഒരു കുറ്റത്തിന് എന്താ പറയാ ഒരു എന്താ പറയാ 2000-ന് ശേഷം ജനിച്ച ആൾക്കാരെ കുറ്റം പറയാന്നുള്ളത് അത് ഒരു സെൻസും ഇല്ല. അപ്പൊ അതിനെപ്പറ്റി സംസാരിക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. കാരണം അത് അതെ. പൊട്ടത്തരാണ്. പക്ഷെ അത് മാറ്റി നിർത്തിയാൽ ഈ പറഞ്ഞ പോലെ സൊല്യൂഷനായിട്ട് ഇപ്പൊ നീ പറഞ്ഞ പോലെ എഡ്യൂക്കേഷനിൽ വരണം. കുട്ടികൾക്ക് എന്റർടൈൻമെന്റിന് സ്പേസ് വേണം. പിന്നെ ഹെൽപ്പ് ലൈനിന് എങ്ങനെയാണ് ഇപ്പം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ടുള്ള ഇപ്പൊ എനിക്കറിയില്ല, ഞാൻ നാട്ടിലല്ല ജീവിക്കുന്നത്. ഇപ്പോൾ ഒരു ഡ്രഗ് ഉം. അഡിക്റ്റ് ആയിട്ടുള്ള സ്വയം മാറണം എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ വേണ്ട ഇപ്പോൾ നിന്റെ ഒരു ഫ്രണ്ട് ഇതിന് അഡിക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിനക്ക് എങ്ങനെയാണ് ഇത് അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക പേഴ്സണലി അല്ലാതെ ഒരു ആസ് എ സൊസൈറ്റിയിലോ അല്ലെങ്കിൽ സിസ്റ്റത്തിലോ അങ്ങനെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? കൗൺസിലിംഗ് ഹെൽപ്പ് ലൈനുകളൊക്കെ എനിക്ക് തോന്നുന്നു ജീവനിന്നോ അങ്ങനെ പല പേരുകളിലായിട്ട് ഈ സംഭവങ്ങളുണ്ട്. പക്ഷേ ഒന്നാമത് ഈ സ്റ്റിഗ്മ ഭയങ്കര പ്രശ്നമാണ് ഇവിടെ. ഒരു ഹെൽപ്പ് ലൈൻ ഉണ്ടെങ്കിൽ പോലും ആ ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കൂല. ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കൂലാന്ന് വെച്ച് കഴിഞ്ഞാല് അത് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ അവിടെ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ മോശക്കാരനാവൂലേ? ഇതൊക്കെ വിളിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഐഡന്റിറ്റി എത്രത്തോളം അവിടെ സേഫ് ആയിരിക്കും?
അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, കൺസേണുകളുണ്ട്. അപ്പം ഞാൻ ഞാനിന്ന് ഞാൻ ഇപ്പം ഈ മാറ്റങ്ങളെ പറ്റിയൊക്കെ നമ്മളൊക്കെ ചർച്ച ചെയ്യുമ്പള് പറയുന്നത്, മാറ്റങ്ങൾക്ക് മുമ്പ് നമുക്കിവിടെ ഒരു ഫേസും കൂടി നമുക്ക് മാറ്റങ്ങളുടെ മുമ്പ് ഉണ്ടാവേണ്ടതുണ്ട്. അത് ആൾക്കാരെ ഒരു ഇൻസൈറ്റ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെ ഒരു മെന്റൽ ഹെൽത്ത് പ്രൊഫഷണലിന്റെ അടുത്ത് പോകുന്നത് പ്രശ്നമുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ലൈനിലേക്ക് വിളിക്കുന്നത്, നിങ്ങൾ ഒരാളുടെ അടുത്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് പ്രശ്നമുള്ള കാര്യമല്ല. അങ്ങനെയുള്ള കുറേ ഒരു ഇൻസൈറ്റുകൾ ആൾക്കാർക്ക് രൂപീകരിച്ച് കൊടുക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു സെക്കൻഡ് ഫേസ് ആണ് നമ്മൾ ഈ പറഞ്ഞതുപോലെ ആളുകൾക്ക് ഹെൽപ്പ് കൊടുക്കേണ്ടുന്ന സംഭവങ്ങൾ കൂട്ടുക, അതിനുള്ള സൗകര്യങ്ങൾ കൂട്ടുക എന്നുള്ളത്. കാരണം ഇപ്പം ഹോസ്പിറ്റലുകൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. ഹോസ്പിറ്റലിൽ പോകുന്നതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള ആൾക്കാർക്ക് ഒരു തോന്നലുണ്ടാക്കി കൊടുക്കണമല്ലോ ഇനീഷ്യലി. അതെ, സത്യം പറഞ്ഞാൽ ശരിയാണ്. അതുപോലും ഇല്ല. നമ്മളിപ്പം പല വിഷയങ്ങളിലും വീഡിയോ ചെയ്യുമ്പോൾ പറയില്ല, അങ്ങനെയാണെങ്കിൽ ഈ കുട്ടിക്ക് സൈക്കോളജിക്കൽ ഹെൽപ്പ് എടുത്താൽ പോരെ എന്നുള്ളതാണ്. നമ്മൾ ഒരു കുട്ടിക്ക് സൈക്കോളജിക്കൽ ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതിനെ പറ്റി ചിന്തിക്കാൻ പോലുള്ള വികസനം പോലും സത്യം പറഞ്ഞാൽ നമുക്ക് ഉണ്ടായില്ല. നമ്മൾ പ്രബുദ്ധരാണ്, 100% ലിറ്ററസി എന്നൊക്കെ പറയുമ്പോഴും അതെ. കുട്ടീനെ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുപോകണം എന്നുള്ള തോന്നലുണ്ടാവാൻ മാത്രം പോലും നമ്മുടെ പല പേരൻസിന്റെ കുറ്റമല്ല, അവർ ജീവിക്കുന്ന സാഹചര്യങ്ങളുടെ കുറ്റമാണ്. പക്ഷെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് റിയാലിറ്റി. നമ്മൾ ആ റിയാലിറ്റിനെ അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ എന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റി നമുക്ക് ആലോചിക്കാൻ പറ്റുള്ളൂ. അതെ. പലപ്പോഴും പല വീട്ടിലും പറഞ്ഞു കേൾക്കുന്നതാണ്, ഞങ്ങൾക്കൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകണം എന്ന് കുട്ടിക്ക് ചിലപ്പോൾ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്നാലും കൊണ്ടുപോകൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഉസ്താദിന്റെ അടുത്തായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആ. മത നേതാവിന്റെ അടുത്തായിരിക്കും. ഇത് കാരണം ഞാനിപ്പോ പറയാൻ വന്നത്, ഞാനിങ്ങനെ ആലോചിക്കാ ഇത് പറയണോ വേണ്ടേ എന്നുള്ള ഉസ്താദിന്റെ കാര്യം. അത് ഭയങ്കര പ്രശ്നം. നമ്മളിപ്പം ഞാനൊരു എത്തിസ്റ്റ് ഒന്നുമല്ല. പക്ഷേ ഈ ഉസ്താദുമാരുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് എല്ലാ ഉസ്താദുമാരെയും അല്ല കേട്ടോ. ഇതിന്റെ ഒരു വളരെ ചെറിയ ശതമാനം ആൾക്കാരുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് ചില്ലറയല്ല. കാരണം മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതെല്ലാം ഒരു മത നേതാവിന് പറഞ്ഞു കൊടുക്കാനോ ഇന്റർഫിയർ ചെയ്യാൻ പറ്റുന്ന പ്രൊഫൈലോ ഡൊമൈനോ അല്ല. അല്ല. അത് അത് അതിന്റെ ആൾക്കാര് ചെയ്യട്ടെ. ഇപ്പം നമ്മളിപ്പോ അതെന്താ വെച്ച് കഴിഞ്ഞാല് ഈ ഡോക്ടർമാരുടെ അടുത്ത് പോകുന്ന മാതിരിയാ. ഇപ്പൊ ഈ അടുത്ത കാലം വരെ ഇപ്പം അലോപ്പതി പോകുന്നതിനെ പറ്റി തടഞ്ഞിരുന്ന കുറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ. അതേപോലെ തന്നെയാണ് ഈ മെന്റൽ ഹെൽത്തിന്റെ കാര്യവും. അതിന് പോകണ്ട, അല്ലെങ്കിൽ അതിനൊരു സ്റ്റിഗ്മറ്റൈസ് ചെയ്ത് മാറ്റി നിർത്തുന്നത്. അല്ല, ഇങ്ങള് മതം പറയും. ഈ മെന്റൽ ഹെൽത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊഫഷണലുകൾ നോക്കിക്കോളും. അല്ലെങ്കിൽ ഈ കുട്ടികൾ വീണ്ടും ഓൾറെഡി വീക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുട്ടികൾ ഇമോഷണലി വീക്കായി നിൽക്കുന്ന സ്റ്റേജിലാണ് ഇതിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. ഇപ്പം ഇവരെടുത്തുനിന്ന് ഒട്ടും പ്രൊഫഷണൽ അല്ലാത്ത അഡ്വൈസുകളും ഉപദേശങ്ങളും കിട്ടുമ്പോൾ സംഭവിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടി പിന്നെയും ഭയങ്കരമായിട്ട് അടിയിലേക്ക് പോവാണ്. എന്തൊരു അതെ. ദ്രോഹമാണ് ആ കുട്ടിയോട് ചെയ്യുന്നത്. അതെ. എക്സ്പീരിയൻസ് കുട്ടികളായാലും വലിയ കേട്ടതിന്റെ ആളായാലും. അടിസ്ഥാനത്തിൽ. അതെ, അതെ, അതെ. ഇതെന്നുവെച്ചാല് ഞാനത് വീണ്ടും വീണ്ടും കുട്ടികളിലേക്ക് എത്തുന്നത് വെച്ചാല് ഡെയിലി കിട്ടുന്ന എക്സ്പീരിയൻസുകൾ വലുതാണ്. അതുകൊണ്ടാണ് അതെ, അതെ. വീണ്ടും ആ ഒരു എക്സാക്ട്ലി. ടോപ്പിക്കുകളിലേക്ക് എത്തുന്നത്. അതാണ്. ഞാനിപ്പോ അതുകൊണ്ടാണ് ഉസ്താദിന്റെ അതിലേക്ക് വരുന്നത്. പറയണോന്ന് ആലോചിച്ചെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ, എന്റെ ഫാമിലിയിൽ ഉം, ഒരു ഉം, ഉം, കുറച്ച് ഒരു 6 മാസം മുമ്പ്, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഉം, കൊല്ലമായിട്ടുണ്ടാവും, ഒരു ഇഷ്യൂ ഉം, ഉണ്ടായിരുന്നു. ഇതേപോലെ ഒരു എന്താ പറയുക, കുറച്ച് ഒരു 50+ ആയിട്ടുള്ള എൻ്റെ അടുത്ത ഫാമിലിയാണ് ഉള്ള ഒരാൾക്ക് ഉം, കുറച്ച് ഇങ്ങനത്തെ മെൻ്റൽ ഇഷ്യൂസ്, ലൈക്ക് പറഞ്ഞ ഉം, സ്ട്രെസ്സ്, ആങ്സൈറ്റി, പിന്നെ ചെറുതായിട്ടുള്ള ഹാലൂസിനേഷൻസ്, ഇങ്ങനത്തെ ഉം, കാര്യങ്ങളൊക്കെ മെൻ്റൽ ആയിട്ടുള്ള ഇഷ്യൂ. അപ്പം ഉമ്മ എൻ്റെ അടുത്ത് ഇത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ഇത് കുറച്ച് ഈ പറഞ്ഞ പോലെ ഉം, ഒരു സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പ് കിട്ടിയാൽ മാറാവുന്ന കാര്യമാണ്. അപ്പോൾ പിന്നെ പിറ്റേന്ന് വിളിച്ചിട്ട് ഉമ്മ പറയുന്നത്, ഉസ്താദൊന്നുമല്ല, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഉം, ലൈക്ക് എൻ്റെ ഒരു മാന്യതനെ കൊണ്ട് ഉം. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. ആൻഡ് ദാറ്റ് റിലീജിയസ് പേഴ്സൺ, ഉം. അയാൾ തെറ്റ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ അയാൾക്ക് ഇത് റിജക്ട് ചെയ്യാ പറയുന്നത്, ആഹ്. അയാളടുത്ത് കൗൺസിലിങ്ങിന് കൊണ്ടുപോകാന്നാ പറഞ്ഞത്. ഞാനമ്മ ചോദിച്ചു, എന്ത് പൊട്ടത്തരാണ് ഇത്രയും ഒരു ഹാലൂസിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഡോക്ടറെ കാണിക്കേണ്ട സംഭവമാണ്. അപ്പോൾ അതെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന ഒരാളെ ഒരു മതപണ്ഡിതന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താക്കാനാണ്? കാരണം ഈ മതപണ്ഡിതൻ എന്താണ് പറഞ്ഞു കൊടുക്കുക? അയാൾ പഠിച്ചിരിക്കുന്നോ, ബയോളജി പഠിച്ചിരിക്കുന്നോ, സയൻസ് പഠിച്ചിരിക്കുന്നോ? ഇനിയിപ്പോൾ ഇതൊക്കെ പഠിച്ചതെന്നുണ്ടെങ്കിലും ഇയാൾ ക്വാളിഫൈഡ് ആണോ ഇങ്ങനത്തെ ഈ ഒരു സിറ്റുവേഷനിൽ ഒരു മെഡിക്കൽ ഹെൽപ്പ് ആവശ്യമുള്ള ഒരാളെ സപ്പോർട്ട് ചെയ്യാൻ? ഞാൻ ചോദിച്ച്, ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് നിങ്ങൾ കൊണ്ടുപോകുമോ? അപ്പോൾ ഈ ഉം. പറഞ്ഞ ആൾക്കൊരു ഹാർട്ട് അറ്റാക്ക് വന്നാൽ നിങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ ഈ നമ്മളിപ്പോൾ പ്രശ്നം, അതെ. ഈ മെൻ്റൽ ഹെൽത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ, ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് ഈസ് നോട്ട് ടേക്കൺ സീരിയസ്ലി. ഫിസിക്കൽ ഹെൽത്തിന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ്, അതേ ഇമ്പോർട്ടൻസ് തന്നെ മെൻ്റൽ ഹെൽത്തിനും കൊടുക്കണം. കൊടുക്കണം. അതാണ് ഈ കുട്ടികളെ ഷേപ്പ് ചെയ്യുന്നതിനൊക്കെ അതിൽ ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഈ ഒരു മെന്റൽ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് അവിടെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള പ്രശ്നമായിട്ട് മാറാണ്. കുട്ടിക്ക് പനിയുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യും, ബാക്കി പ്രശ്നങ്ങളുണ്ടെങ്കിൽ നോട്ടീസ് ചെയ്യും. ഒരാഴ്ച അടുപ്പിച്ച് കുട്ടി ഉൾവലിഞ്ഞ് നിന്ന് അവൻ്റെ റൂമിലേക്ക് നിന്ന്, എല്ലാം ഇൻട്രോവേർട്ട് ആയതുകൊണ്ടായിരിക്കില്ല, അവന് വേറെ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും. അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. അതിനെ ഐഡന്റിഫൈ ആലോചിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയിടോ എന്നുള്ളത് ആ നിലയിലേക്ക് ആലോചിക്കുന്നുള്ളൂ. അല്ലാതെ ഒരു അവന് മെന്റലി എന്തെങ്കിലും ബാധിച്ചനോ, എന്തെങ്കിലും ട്രോമ ഉണ്ടോ, അവൻ ആരോ പ്രഷർ കൊടുത്തനോ, ചിലപ്പോൾ പ്രഷർ കൊടുക്കുന്നത് സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും. അതിനെപ്പറ്റി കൺസേൺഡ് അല്ല എന്നുള്ളതാണ്. അതിനെപ്പറ്റി കൺസേൺഡ് ആവണമെങ്കിൽ അതിനെപ്പറ്റി കണ്ടിന്യൂസ് ആയിട്ടുള്ള സംസാരങ്ങൾ നടക്കണം. അങ്ങനെ സംസാരങ്ങൾ നടക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.
ഈ ഉസ്താദ്മാര് പറഞ്ഞ പോലെ ഉസ്താദ്മാര് മാത്രമല്ല. ഇപ്പം ഈ മെന്റൽ ബന്ധപ്പെട്ട് ഇപ്പം നിൽക്കുന്ന ചില ആളുകളുണ്ട്. ഇപ്പം 3 മാസത്തെ സൈക്കോളജി കോഴ്സ് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞങ്ങാട്ട് ഈ കൗൺസിലിംഗ് കൊടുക്കാൻ പോകുന്ന ആൾക്കാരുണ്ട്. നാട്ടിൽ ഓലും ചില്ലറ ബുദ്ധിമുട്ടൊന്നുമല്ല ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഈ സൈക്കോളജി പഠിക്കുന്നതിനെ കൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരെ കാണലുണ്ട്. ഇവര് ഇൻസ്റ്റാഗ്രാമിൽ റീലിടും. അതായത് ഇവർക്ക് ഇതിനെപ്പറ്റി ഒരു മറ്റേ മുറിവൈദ്യൻ്റെ അറിവേ ഉണ്ടാവുള്ളൂ. ഈ സാധനം വെച്ചിട്ട് ഈ കഴിഞ്ഞ ദിവസം ഒരു താത്ത ഉണ്ടായിരുന്നു ഈ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടുന്നത്. ഈ കുട്ടികൾ ഇങ്ങനെ മുഖം മറച്ചുകാണ്ട് വീഡിയോ എടുക്കുന്ന എല്ലാം എന്താണ് കോൺഫിഡൻസ് ഇല്ലാത്തതിനെ കൊണ്ടാണെന്ന് പറഞ്ഞങ്ങാട്ട്. ഏഹ് ഏഹ് ഭയങ്കര പ്രശ്നമാണ്. കാരണം ഇതൊരു ഒരു വിഷയത്തിന്റെ ഒരു സിംപ്റ്റമാണ്. ഇങ്ങനെ മുഖം മറച്ചേക്കാം. അതൊരു സിംപ്റ്റമാണ്. അല്ലാതെ ട്രെൻഡിന്റെ ഭാഗമായിട്ടും ഇങ്ങനെ മുഖം മറിക്കുന്ന കുട്ടികളുണ്ടാകാം. അതെ. ചിലപ്പം ഇത് അതായത് ഭയങ്കര വൈഡാണ്. മെജോറിറ്റി കേസിലും ഈ താത്ത പറയും പോലെ വേറെ പ്രശ്നം ഉണ്ടായിട്ടൊന്നും അല്ല. അത് വളരെ നോർമലായിട്ട് ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് കുട്ടികൾ ചെയ്യുന്നതാണ്. എന്നാലും പറയും അല്ല ഇത് ട്രെൻഡൊന്നും അല്ല. ഇത് മറ്റേ പ്രശ്നം ഉണ്ടായിട്ടാന്ന് പറയും. ഇത് കേൾക്കുന്നത് പേരൻറ്സ് ആണ്. ഒരു 40+ ഉള്ള പേരൻറ്സ് ആണ്. അപ്പോൾ ഓക്കെ. എന്റെ കുട്ടിക്ക് എന്തോ പ്രശ്നം ഉണ്ടല്ലേ എന്ന് വെറുതെ ഒരു പാനിക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇവരൊക്കെ ഇപ്പം നമ്മുടെ നാട്ടിൽ ഇതിനൊന്നും റെഗുലേറ്റ് ചെയ്യുന്നില്ല. ഈ സാധനങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതും ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പം ഏതെങ്കിലും ഒരാൾ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ ഹാർട്ട് അറ്റാക്ക് വന്ന ചികിത്സിക്കുക എന്നുള്ളത്. ഏതെങ്കിലും ഒരാൾ ഒരു ക്വാളിഫൈഡ് അല്ലാത്ത ഒരാൾ വന്നിങ്ങോട്ട് അലോപ്പതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ ബാക്കിയുള്ളതിൻ്റെ ചികിത്സ കൊടുത്തു കഴിഞ്ഞാൽ അയാളെ ലീഗലി അയാളെ പിടിക്കും. പക്ഷേ നാട്ടിലുള്ള ഇങ്ങനത്തെ ഈ മെൻ്റൽ ഹെൽത്തിന് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാതെ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരെ പിടിക്കാൻ ഒരു മനുഷ്യന്മാരും ഇല്ല. അതിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലീഗലി അതിനെ ഇതാക്കാൻ പറ്റണം. ഇപ്പം 3 കൊല്ലത്തെ സൈക്കോളജി ഡിഗ്രി കഴിഞ്ഞാൽ പോലും ഞങ്ങൾക്ക് കൗൺസിലിംഗ് ചെയ്യാനുള്ള എന്തില്ല ക്വാളിഫിക്കേഷൻ ഇല്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ MSc കൂടി കംപ്ലീറ്റ് ചെയ്യണം. എന്നാലേ കാരണം നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പഠിക്കുകയുള്ളൂ. അതായത് 3 ഇയേഴ്സ് റെഗുലറായിട്ട് കോളേജിൽ പോയി നമ്മൾ പോലും കൗൺസിലിംഗ് ചെയ്യില്ല. എത്തിക്കലി അത് ചെയ്യാൻ പറ്റില്ല. അപ്പോഴാണ് ഈ 3 മാസത്തെ പരിപാടി ചെയ്തോല് ഈ കുട്ടിക്ക് കൗൺസിലിംഗ് ക്രാഷ് കൊടുക്കാനും കോഴ്സ് വർക്കുകൾ അല്ലേ? കൊടുക്കാനും പോകുന്നത്. ക്രാഷ് കോഴ്സ്. എന്നിട്ട് ഓരാണ് കൗൺസിലിംഗ് കൊടുക്കുന്നത്. അത് ഇത് ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. കുറേ ആൾക്കാര് കുറേ കുട്ടികൾ പറയലുണ്ട് ഇത്. അതെ. ഉം. പിന്നെ ഈ കുട്ടികളെ കുറ്റം പറയുന്ന ഇതിലേക്ക് വന്നപ്പോൾ അതിലേക്ക് തിരിച്ചു വരാനാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇപ്പം ഇങ്ങനെ ഓരോ ന്യൂസ് ചർച്ച ചെയ്യും അതും ഇതും ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഒക്കെ ഇങ്ങനെ കമന്റ്സ് വരെ ലൈക്ക് ഇന്റെ ഉം. ഏജിലുള്ള ആൾക്കാർ ഇത് പറയുമ്പം ലൈക്ക് അത് ലൈക്ക് ദാറ്റ് ഐ എം കൺസേൺഡ് ഓഫ് അവരങ്ങനെ ചിന്തിക്കരുത്. കാരണം അതെ. ഇപ്പോൾ ഇപ്പം എല്ലാവരും പറയുന്നു കുട്ടികൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു, സോഷ്യൽ മീഡിയ അഡിക്റ്റഡ് ആണ് ഒക്കെ ശരിയാണ്. ആൻഡ് എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ ഈ ഡ്രഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന ഏകദേശം സെയിം എമൗണ്ട് ഓഫ് ഇമ്പാക്റ്റ് തന്നെ സോഷ്യൽ മീഡിയക്കും ഒരു കുട്ടിക്ക് ഉണ്ടാക്കാൻ കഴിയും. പക്ഷെ എൻ്റെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാരൻസ് ഇപ്പം എൻ്റെ പാരൻസിൻ്റെ ഒരു ജനറേഷനൊക്കെ എടുത്തു നോക്കിയാൽ അവർക്ക് പുസ്തകങ്ങളുണ്ടായിരുന്നു വായിക്കാൻ, പിന്നെ ന്യൂസ് പേപ്പർ ഉണ്ട് വായിക്കാൻ, TV അവർ ഒരു മിഡിൽ ഏജ് ഒക്കെ ആയപ്പോഴാണ് TV പോപ്പുലർ ആയിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആയിട്ട് വന്നത്. ഈ ഒരു കാര്യങ്ങളുള്ളൂ. എന്നിട്ട് വരെ ഇപ്പോഴും എന്താ പറയുക, വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 9 മണി വരെ TV കണ്ടിരിക്കുന്ന സ്ത്രീകളും പുരുഷന്മാരും ഇല്ലേ. അത് അന്ന് വന്ന ഒരു ശീലം അഡിക്റ്റഡ് ആയിട്ട് ഇപ്പോഴും അതിനനുസരിച്ചുള്ള കണ്ടന്റുമാണ് ഈ സീരിയലുകൾ എന്ന് പറയുന്നത്. ഒരു ഇന്റലക്ച്വലി ഒരാളെ എങ്ങനെയൊക്കെ പൊട്ടനാക്കാൻ പറ്റുമോ അതിനായിട്ട് ഉണ്ടാക്കുന്ന ഒരു കണ്ടന്റാണിത്. ഇത് കണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പം അങ്ങനത്തെ ആൾക്കാരാണ് സോഷ്യൽ മീഡിയയിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന റീൽസിന് അഡിക്റ്റ് ആവുന്ന ഒക്കെ കുട്ടികളെ കുറ്റം പറയുന്നത്. അത് ഓരോ ഓരോ കാലഘട്ടത്തിലും ഓരോന്നുണ്ടാവും. അതിനെ എങ്ങനെ ഒരു പാരന്റ് എന്നുള്ള നിലക്ക് ഞാൻ ലൈക്ക് ഐ എം നോട്ട് ഇൻ ഫേവർ ഫോർ റെഗുലേഷൻ. എല്ലാം റെഗുലേറ്റ് ചെയ്യണമെന്ന് പറയുന്നതല്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ മീഡിയൻ്റെ റെഗുലേഷൻ വരേണ്ടത് വീട്ടിൽ നിന്നുമാണ്. അതും അതെ. എന്ത് രീതിയിലുള്ള റെഗുലേഷൻ എന്ന് വെച്ചാൽ നീ പറഞ്ഞ പോലെ ഫോൺ കൊടുക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ കുട്ടി ഫോൺ എന്താണോ ഉപയോഗിക്കുന്നത്, എന്തിനാണോ ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് കാണുന്നത്, ഇതൊക്കെ ഒരു ചെറുതായിട്ടെങ്കിലും ഒരു അഡ്വൈസ് കൊടുക്കാൻ കഴിയണം, അല്ലെങ്കിൽ ഇൻവോൾവ് ആവാൻ കഴിയണം ആ ഒരു പ്രോസസ്സിൽ. ഓഫ്. അതെ, അതെ. അതെ അതിൻ്റെ ഒരു ഇനീഷ്യൽ സ്റ്റേജിൽ ആ ഇൻവോൾവ്മെന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം ഈ ചെറിയ കുട്ടികളുടെ ഇടയിലുള്ള ഫോൺ അഡിക്ഷനും ബാക്കി കാര്യങ്ങളും ഒക്കെ ഇപ്പം പേരൻസ് മെസ്സേജ് അയക്കലുണ്ട്. അതായത് കുട്ടികളുടെ ഇടയിലുള്ള ഫോൺ അഡിക്ഷൻ 11 വയസ്സുള്ള 12 വയസ്സുള്ള കുട്ടികളുടെ ഇടയിലുള്ള. അപ്പം ഇവർ ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഒരു 17 വയസ്സ് വരെ ഈ ഫോൺ മോണിറ്റർ ചെയ്യണം. അത് ലോകത്തുള്ള എല്ലാ പുരോഗമിച്ച രാജ്യങ്ങളിലും നടക്കുന്ന കാര്യം തന്നെയാണ് ഫോണുകൾ മോണിറ്റർ ചെയ്യുക എന്നുള്ളത്. എനിക്ക് അതെ. തോന്നുന്നു ഓസ്ട്രേലിയയിൽ എവിടെയോ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള മോണിറ്ററിംഗ് ആണ്. 16 വയസ്സ് 17 വയസ്സ് വരെ ലീഗലി അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ നാട്ടിലും അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ഇല്ലാതായി പോകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പാരൻസിനും നമ്മൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര സ്പീഡിൽ മാറ്റങ്ങളുണ്ടായി. എന്നാൽ ആ സ്പീഡിലുണ്ടായ മാറ്റങ്ങൾ എന്താണെന്ന് അറിയാതെ നമ്മളിങ്ങനെ നോക്കി നിൽക്കേണ്ട ഒരു സ്റ്റേജ് വന്നു. അത് കുറെ കൂടെ ലോങ് ടേം ആയിരുന്നു. എന്താണ് ഇവിടെ മാറുന്നത്? ഇതിനനുസരിച്ച് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് ആൾക്കാരൊന്ന് സ്റ്റക്കായി. അപ്പം എപ്പോഴും ഞാൻ പറയുന്ന ഒരു ഉദാഹരണം ഇതാണ്. അതായത് ഇപ്പം ഒരുപക്ഷെ നിങ്ങളൊക്കെ തന്നെ എന്താ പറയുക നിങ്ങൾ പ്രിന്റഡ് മാഗസിനുകളും ബാക്കി കാര്യങ്ങളും വായിച്ച് പിന്നെ നിങ്ങൾ TV നിങ്ങളുടെ അടുത്തേക്ക് എത്തി.
പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് മൊബൈൽ ഫോൺ എത്തി. അതൊരു ഗ്രാജുവൽ ആയിട്ടുള്ള മാറ്റമായിരുന്നു. മെല്ലെ ഉള്ളൊരു കയറ്റമായിരുന്നു. എന്നാൽ എൻ്റെതും അല്ല, എൻ്റെതും കൂടി കഴിഞ്ഞ് 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ഡയറക്റ്റ് എത്തുന്നത് എന്തിലേക്കാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ബാലരമ തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ അതെ. എൻ്റെത് കഴിഞ്ഞിട്ടുള്ള കുറച്ചുകൂടി കഴിഞ്ഞിട്ടുള്ള ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എത്തുന്നത് മൊബൈൽ ഫോണിലേക്കാണ്, ടാബിലേക്കാണ്. ടാബായിരുന്നു അന്ന്. ഇപ്പം മൊബൈൽ ഫോൺ. ഇപ്പം ടാബ് അങ്ങനെ പോപ്പുലറായി കാണലില്ല. അതിപ്പോൾ കുട്ടികൾ വരെ ഇല്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. പക്ഷേ ഇപ്പം ഇപ്പം അന്ന് ടാബായിരുന്നു. ഒരു 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 സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാല് എല്ലാ കുട്ടികളുടെ കയ്യിലും ടാബായിരുന്നു. അതെന്താ വെച്ച് കഴിഞ്ഞാല് അതെ. ഡയറക്റ്റ് ഇന്റർനെറ്റിലേക്കാണ് എത്തിയത്. അപ്പം അന്നെന്താ വെച്ച് കഴിഞ്ഞാല് ആർക്കും റെഗുലേഷനെ പറ്റി അറിയില്ല. ആർക്കും പാരന്റൽ കൺട്രോളിനെ പറ്റി അറിയില്ല. എല്ലാത്തിലേക്കും അങ്ങോട്ട് എക്സ്പോസ്ഡ് ആയി. ആ അറിയാത്ത കാലം കുറെ കൂടെ ലോങ് ആയിപ്പോയി. ഇപ്പോഴും എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പം വർക്കിംഗ് ആയിട്ടുള്ള പേരൻറ്സ് ആണെങ്കിൽ, പ്രൊഫഷണലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പേരൻറ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ അവർക്ക് അവർ ചിലപ്പോൾ ഇതിനെ റെഗുലേറ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ അല്ലാത്ത പേരൻറ്സ് ഉണ്ട്. വലിയൊരു വിഭാഗം ഇതെങ്ങനെ പാരന്റൽ കൺട്രോൾ ഓൺ ആക്കണം, എങ്ങനെ ഇതിനെ മോണിറ്റർ ചെയ്യണം എന്നുള്ളൊരു ധാരണ ഇല്ലാത്ത പേരൻസ് ഉണ്ട്. അവരെ കുട്ടികളുടെ കയ്യിലും ഈ പറയുന്ന ടാബ്ലറ്റുകളുണ്ട്. അപ്പം ഇതെങ്ങനെ റെഗുലേറ്റ് ചെയ്യപ്പെടും? ഇപ്പം ഞാൻ ഇത് കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടോ, ഇതിലൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മളിപ്പോൾ ഇന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഞാനൊരു 7 കൊല്ലം മുന്നോട്ടാണ് കാണുന്നത്. ഈ 7 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടെ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ ഇറങ്ങാൻ പോകുന്ന കുട്ടികൾ, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു ബ്ലാങ്ക്നെസ് അവരെ മുമ്പിൽ വരാനുണ്ട്. അവർ കുറേ ചെറിയ 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 കാര്യങ്ങൾ ത്രില്ല് കണ്ടെത്തി ഇങ്ങോട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടൊക്കെയാണ് ഇപ്പം. ഇപ്പം ഒരു റിയൽ ലൈഫ് സെനാറിയോയിലേക്ക് അവർ സ്റ്റെപ്പ് ഇൻ ചെയ്യുമ്പം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, നമ്മൾ ഒറ്റക്കാവുന്ന ഒരു മൊമെന്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ആ മൊമെന്റിലേക്ക് ഇവർ മെല്ലെ എൻകറേജ് ആകുന്ന ഒരു സമയത്ത് ഉണ്ടാകുന്ന ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കൺസേൺ ചെയ്യുന്നത് ആ ഒരു പോയിന്റാണ്. അതെന്താവും എന്നുള്ളത്. അതെ, അതെ. ഈ പറഞ്ഞ പോലെ പാരന്റ്സ്, കാരണം ഈ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര റിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പോൾ എനിക്ക് ഓൾമോസ്റ്റ് ഞാൻ 26 വയസ്സായി. ഇപ്പോൾ എന്താ പറയുക, എൻ്റെ പ്രീ ഫ്രണ്ടൽ കോർട്ടെക്സ് ഒക്കെ ഫുള്ളി ഡെവലപ്ഡ് ആയി. അപ്പോൾ എന്താ പറയുക, ഒരു പ്രൈം ഇയേഴ്സ് എന്ന് പറയാം. എന്നിട്ട് വരെ ഞാനൊന്ന് ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം റീൽ ഓപ്പൺ ചെയ്താൽ ടൈം പോകണമെന്ന് ഞാൻ അറിയില്ല. ലൈക്ക് എനിക്കറിയാം ഈ ടൈം ഞാൻ വേസ്റ്റ് ചെയ്യാണ് എന്നുള്ള. ഇൻസ്റ്റാഗ്രാമിന് 1 അവർ ലോക്കൊക്കെ ഇട്ടിരിക്കുന്നത്. എന്നിട്ട് എന്തിനാ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ 1 അവർ എക്സ്ട്രാ കൊടുക്കും. അൺഇൻസ്റ്റാൾ ചെയ്യാണ്ട്, കാരണം അത് അത്രയും അഡിക്ഷനാണ്. കാരണം ഇപ്പോൾ ഞാനിപ്പോൾ ഇത് കണ്ട്, ഈ റീലിൻ്റെ അൽഗോരിതം ഇത് ക്രിയേറ്റ് ചെയ്തത് എന്ത് ബേസ് ചെയ്തിട്ടാണെന്നുള്ളത്. കാസിനോയിൽ സ്ലോട്ട് മെഷീൻ കണ്ടിരുന്നു, ചില സിനിമയിലൊക്കെ കാണിക്കും ഇങ്ങനെ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ നിൽക്കുന്ന സ്ലോട്ട് മെഷീൻ. അപ്പോൾ ആ സ്ലോട്ട് ആഹാ. മെഷീൻ ഡിസൈൻ ചെയ്തത് ആൾക്കാരെ ഡോപ്പമീൻ ഹിറ്റ് കൂട്ടാനാണ്. അപ്പോൾ ഓരോ ഞെക്കിൽ നിൽക്കുമ്പോഴും ഇപ്പം ലോട്ടറി അടിക്കും, അല്ല ഇപ്പം മറ്റേ ബമ്പർ അടിക്കും എന്നുള്ള ആ ഒരു ഫീൽ കൊടുക്കും. അപ്പോൾ അവരിങ്ങനെ ക്ലിക്ക് ചെയ്ത് കൊടുക്കും, വീണ്ടും പൈസ ഇടും, വീണ്ടും ക്ലിക്ക് ചെയ്യും. ഇതിന്ന് ഇൻസ്പയർ ആയിട്ടാണ് ഈ റീലിൻ്റെ അൽഗോരിതം ക്രിയേറ്റ് ചെയ്തത്. കാരണം ഓരോ റീൽ കഴിയുമ്പോഴും നമ്മളെ ഡോപ്പമീൻ ഇങ്ങനെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തത് തന്നെ മനുഷ്യന്മാരെ അഡിക്റ്റ് ആക്കാന്നുള്ള. പക്ഷേ കുട്ടികളിലേക്ക് എത്തുമ്പോൾ ഭയങ്കര ഡേഞ്ചറാണ്. അപ്പോൾ ഇതിന് ഞാൻ കാണുന്നൊരു സൊല്യൂഷൻ, ഒരു ഇപ്പോൾ എന്താ പറയുക, ഒരു ബേബി സ്റ്റെപ്പ് എന്നൊക്കെ പറയുന്നത് പാരൻസിനെ ഇതിൽ എഡ്യൂക്കേറ്റഡ് ആക്കാന്നുള്ളതാണ്. കുട്ടികൾ എന്താണ് കൺസ്യൂം ചെയ്യുന്നത്. ഇപ്പോൾ എൻ്റെ അനിയത്തിയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറയും ഫോൺ കളിക്കല്ലേ എന്ന് പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഇപ്പോൾ ഉപ്പനോടും ഉമ്മനോടും ഓക്ക് ഫോൺ കൊടുക്കില്ല പറഞ്ഞാൽ ഒരു കാര്യമില്ല. ഞാൻ ഞാൻ അവളോട് പറയുന്ന കാര്യം എന്താ, കാണുന്നത് നല്ലതെന്തെങ്കിലും കാണ്. എന്താ പറയുക, ഇഷ്ടം പോലെ ഈ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതും ഇൻഫർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ഉണ്ട്. അത് കുട്ടികൾക്കായിട്ട് ടൈലർ ചെയ്ത കണ്ടന്റ് ഇഷ്ടം പോലെ ഉണ്ട്, മലയാളത്തിലാണെങ്കിലും ഇംഗ്ലീഷിലാണെങ്കിലും. പക്ഷേ ഇത് കുട്ടികൾക്ക് ഇതാണ് കാണേണ്ടതെന്ന് പഠിപ്പിച്ചു കൊടുക്കണം. അവിടെയാണ് ആസ് എ സൊസൈറ്റി നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അല്ലാണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കരുത് പറഞ്ഞിട്ടൊരു കാര്യമില്ല. എക്സാക്ട്ലി, എക്സാക്ട്ലി. അതാണ് നമ്മള് വാതിലടച്ചിടുന്നതിനോടൊന്നും കാര്യമില്ല. ഇനിയുള്ള കാലത്ത് നമ്മള് എന്തിന്റെയൊക്കെ മുമ്പിൽ വാതിലടച്ചിടുന്നോ, കുട്ടികള് വേറെ വഴി കണ്ടെത്തുന്നുള്ളത് മാത്രമല്ല, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവരെ ഗ്രോത്തിനെ പിടിച്ചു കെട്ടും പോലെയാണ്. നമ്മൾ വേണ്ടത് ഇതിന്റെ ഒപ്പരം ഹൗ ടു ലീവ് വിത്ത് എന്നുള്ളതാണ്. കോവിഡ് വന്നപ്പോൾ എല്ലാവരും പറഞ്ഞ അതേ സാധനം തന്നെയാണ് ഇത് വരുമ്പോഴും പറയേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതിന്റെ കൂടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഇതിന്റെ മുന്നിൽ എങ്ങനെ വാതിലടച്ചിടണം എന്നുള്ളതല്ല. അത് അതാണെന്ന് തോന്നുന്നു നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു മെസ്സേജ്. അതെ. എന്തെങ്കിലും പുഷ് ബാക്ക് കിട്ടിയിരുന്നു. അപ്പം നീ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ടാവുന്നു ന്യൂസ് ചാനലിൽ പോയി കാര്യമായിട്ട് എന്തെങ്കിലും പുഷ് ബാക്ക് എവിടെന്നെങ്കിലും കിട്ടിയിരുന്നോ ആരോടെങ്കിലും ആയിട്ട്? ഇല്ല. പിന്നെന്താ വെച്ച് കഴിഞ്ഞാല് ചെലപ്പോ ഇപ്പം കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു എന്താ പറയാ, ഒരു വീഡിയോ ഒക്കെ ഇട്ടപ്പം നെഗറ്റീവ് കമന്റ്സ്, ഇപ്പം എനിക്കെന്താ വെച്ചാല് അതിലുള്ളൊരു സന്തോഷം എന്താ വെച്ചാൽ ഞാൻ ഈ പൊളിറ്റിക്കൽ ജോണർ ആയിരുന്നല്ലോ അത്ര കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊരു ശീലാണ്. നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യൂല, ബാധിക്കൂല. കാരണം ഈ തെറിവിളി ആണെന്നുണ്ടെങ്കിലും കോൾ ഔട്ട് ആ. ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു എക്സ്ട്രീം എക്സ്റ്റെന്റ് കണ്ടിട്ടാണ് സ്വാഭാവികമായിട്ട് ഞാൻ പിന്നെ എനിക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരു ചെറിയ ഇമോഷണലി എനിക്കതുമായിട്ട്, എൻ്റെ ഐഡിയോളജിക്കലി ഞാനിപ്പോഴും അതാണ്. പക്ഷേ എനിക്കതുമായിട്ട് കണക്ഷൻ ഫീൽ ചെയ്യാത്തൊരു സമയം വന്നപ്പോഴാണ് ഞാൻ സംസാരം മാറുന്നത്. അപ്പം
അധികം ആളുകളൊന്നും ഇല്ലാത്ത സോഷ്യൽ മീഡിയയിൽ അധികം ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഭാഗത്തിൻ്റെ റെപ്രസെന്റേറ്റീവ് ആയിട്ടായിരുന്നു ഞാൻ സംസാരിക്കല്. നിങ്ങൾക്ക് എൻ്റെ പരിസ്ഥിതി നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതെ, എന്താ വെച്ച് അതെ, കഴിഞ്ഞാൽ അതെ. അപ്പുറത്തുനിന്ന് നല്ല നല്ല വളരെ മനോഹരമായ അപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് അടി കിട്ടുമ്പോൾ നമ്മളത് ഞാനത് 17ാമത്തെ വയസ്സിലെന്താണ് ഞാനിത് എഴുതി തുടങ്ങുന്നത്. അന്ന് മുതൽ പൊളിറ്റിക്സ് എഴുതി തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഇത് ശീലമായതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളിതൊന്നും നോട്ടീസ് ചെയ്യൂല. ഞാനിപ്പോൾ നിൽക്കുന്ന ജോണർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 80:20 ഒക്കെ ആയിരിക്കും ചിലപ്പോൾ എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് കമന്റ്സ്. അല്ലെങ്കിൽ 90:10 ഒക്കെ ആയിരിക്കും എനിക്ക് കിട്ടുന്ന നെഗറ്റീവ് കമന്റ്സ്. മറ്റേത് 50-50 അല്ലെങ്കിൽ 70-30 ഒക്കെ ആയിരിക്കും എനിക്ക് നേരെ തിരിച്ച് ആ, കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതെ. അത് ശ്രദ്ധിക്കൂല. എന്നാലും ഇപ്പം ഞാൻ എനിക്ക് കിട്ടിയതിൽ ഇപ്പം ആകെ സീരിയസ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് കോമന്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഈ പോൺ വീഡിയോകളെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞു ലഹരി മാത്രമല്ല ഞാൻ അതിൽ വളരെ വൃത്തിക്ക് പറയുന്നുണ്ട്. ലഹരി മാത്രമല്ല പ്രശ്നം. ഇന്ന പ്രശ്നങ്ങൾ കൂടിയുണ്ട്. ടെലഗ്രാമിൽ ചില സിൻഡിക്കേറ്റുകൾ കൂടി പ്രശ്നമാണ്. അതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞങ്ങാണ്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പൊ അതിന്റെ ഇടയിൽ ഓക്കെ നിന്നെപ്പോലുള്ള കഞ്ചാവുകൾക്ക് ഇത് മാത്രം ശ്രദ്ധിച്ചാൽ മതിയല്ലോ അല്ലേ? എന്ന് പറഞ്ഞങ്ങാണ്ട് ഒരു കാക്ക. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെയാണ് എന്നെ കഞ്ചാവ് വിളിക്കാൻ പറ്റുക? നിങ്ങളെന്തിനാ എന്നെ കഞ്ചാവ് ചോദിച്ചു. നിന്നെപ്പോലെയുള്ള ആളുകളോടൊക്കെ ഞാൻ ഇനി ഇങ്ങനെയാണ് സംസാരിക്കാൻ തീരുമാനിച്ചത്. അപ്പോളാ ഞാൻ മനസ്സിലാക്കുന്നത് ഇവരൊക്കെ കണക്കിന് ഇയാൾ വലിയ യോദ്ധാവാണ് ലഹരിക്കെതിരെയുള്ള. ഇയാളെ എന്താ പറയുന്നതെന്നുള്ള ഇയാൾക്ക് പോലും അറിയില്ല. അപ്പൊ ഇങ്ങനെ കുറെ സംഭവങ്ങൾ വരും. പിന്നെ അതൊന്നും ബാധിക്കലില്ല. കാരണം മറ്റേത് വന്നതിനെ കൊണ്ട് എനിക്കത് കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. ആ, പൊളിറ്റിക്കലി സംസാരിക്കുമ്പോൾ എന്തായാലും ഒരു ഭാഗത്തുനിന്ന് എന്തായാലും കിട്ടല്ലോ. ഈ ഭാഗം സംസാരിക്കുമ്പോൾ എന്തായാലും മറ്റൊരു തെറി പറയും. ഇവരെ പറ്റി പറയുമ്പോൾ അതെ. മറ്റേ ഭാഗത്തുനിന്ന് തെറി പറയും. ഓക്കെ, അതെ. ഓക്കെ, മനസ്സിലായി. അപ് അപ്പൊ പിന്നെ ശീലായി. എന്താണ്? ഉം. അപ്പൊ ശീലായിന്ന് പറയാം. അപ്പൊ കുഴപ്പല്ല. ആ, അപ്രീസിയേഷൻ കുറെ കിട്ടും. ഞാൻ തന്നെ കമന്റിൽ കണ്ട് ഈ പറഞ്ഞ പോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ ആളുകളുണ്ട്. ആഹ് എന്താണ് ഇപ്പോൾ ഈ പറഞ്ഞ കുറേ സൊല്യൂഷനെ പറ്റി നമ്മൾ സംസാരിച്ച് ഇപ്പം നീയും പല ഇൻ്റർവ്യൂവിലായിട്ടും അതിലായിട്ടൊക്കെ സംസാരിച്ച് ഈ ഒരു സംസാരം ഇപ്പോൾ എത്ര ഇപ്പോൾ ലാസ്റ്റ് ഒരു 1 മന്ത് ആയിട്ടുണ്ടാവില്ലേ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടും ഇത് ട്രെൻഡിങ് അതെ. ആയിട്ടും ഈ ഒരു 1 മന്ത് എന്ന് അതെ, പറയുന്ന അതെ. അത്യാവശ്യം ഒരു എന്താ പറയുക നല്ലൊരു ടൈമാണ്. ഇതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഒരു സൊല്യൂഷൻ ബേസ്ഡ് ആരെങ്കിലും ചിന്തിച്ചു തുടങ്ങിയത്? ഇണ്ട്. നമുക്ക് ഒരുപാട് ആളുകൾ ഞാൻ പറഞ്ഞില്ലേ, ഈ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ നെറ്റ്വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അതായത് ഈ സോഷ്യൽ മീഡിയയിലെ ബാക്കിയുള്ള ആളുകളൊക്കെ ഫോം ചെയ്യുന്ന നെറ്റ്വർക്കുകൾ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരുപാട് സംഗതികളുടെ പ്ലാനിങ്ങുകൾ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് എൻജിഒകളും ബാക്കിയുള്ള ആളുകളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വളരെ ചെറിയ സ്റ്റെപ്പുകളായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പം അത് എപ്പോഴെങ്കിലുമൊക്കെ നോട്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു ഗവൺമെന്റ് തലത്തിലേക്കും ബാക്കിയുള്ള സ്ഥലത്തിലേക്കും ഒക്കെ എത്തുകയും ആളുകൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ലഹരി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരും ലഹരി ഉപയോഗിക്കാതെ നിക്കൂല. അല്ലെങ്കിൽ വയലൻസ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആരും വയലൻസിലേക്ക് പോകാണ്ടിരിക്കില്ല. അപ്പോൾ അതിനെ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ റൂട്ട് കോസുകൾ കണ്ടെത്തി അതിന് നമ്മൾ ഒരു ഇനീഷ്യൽ സ്റ്റേജ് മുതൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് കണ്ടെത്തി അങ്ങനെയുള്ള ഇത് വരണം. അപ്പം അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ ആളുകൾ പല ആളുകളും ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അതിൻ്റെ എക്സാമ്പിൾസ് പറയാനാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഓരോ എൻജിഒകൾ ഓരോരുത്തരായിട്ടുണ്ട്. ഇപ്പോൾ ഒരാളുടെ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുറേ ആൾക്കാർ കോൺടാക്ട് ചെയ്തിട്ടുണ്ടാകും അത് വേണ്ടെന്ന് വെച്ചിട്ട്. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള സംഭവങ്ങളിലേക്ക് കടന്നു പോകുന്നുള്ളൂ. അപ്പം ട്രൈബൽ എൻജിഒകളൊക്കെ ഉണ്ട്. അവരവരെ ഇപ്പോൾ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റികളുടെയൊക്കെ വെൽഫെയറിന് വേണ്ടി കുറേ കാലങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് അവര്. അപ്പോൾ ഓല് ഇപ്പോൾ ഒരു കോൾ കൊടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കാലം ഞങ്ങളുടെ ഭാഗമായിട്ടൊക്കെ പ്രവർത്തിക്ക്. അപ്പോൾ നിങ്ങൾക്ക് കുറേ കൂടെ പുതിയ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഇൻസൈറ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ടും നിങ്ങളെ സോഷ്യൽ മീഡിയ അഡിക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നിങ്ങൾക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ പറഞ്ഞ് മെസ്സേജ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ടുള്ള ആശയങ്ങൾ കൊണ്ടുവരുന്ന കുറേ മനുഷ്യന്മാർ ഇപ്പം ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള സർക്കിളുകളിൽ നിന്ന് അങ്ങനത്തെ കുറേ സംഗതികൾ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളെ കാണാനുണ്ട്. അതെ. ഇപ്പൊ ഈ പറഞ്ഞ അത് ഇതൊക്കെ ശരിക്കും നല്ലൊരു പോസിറ്റീവ് എന്താ പറയാ മൂവ്മെന്റാ. കാരണം ഈ പ്രത്യേകിച്ച് ഈ ആർട്ടിസ്റ്റിക് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ഇൻവോൾവ് ആവാനും ഒരു ചാൻസ് കിട്ടാണ്. അവർക്ക് അവരുടെ ടൈം അതെ. പ്രൊഡക്റ്റീവായിട്ട് സ്പെൻഡ് ചെയ്യാനും ആഹ് ഒരു ചാൻസ് കിട്ടാണ്. ഒരു മിനിറ്റേ. ഉം. എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? ഫ്യൂച്ചർ പ്ലാനുകൾ എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എംഎസ്സി സൈക്കോളജി, ക്ലിനിക്കൽ സൈക്കോളജി എടുക്കണമെന്നുണ്ട്. ചിലപ്പോൾ ഞാനൊരു കൊല്ലം ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ക്ലിനിക്കൽ സൈക്കോളജിയിലേക്ക് പോകലായിരിക്കും. അല്ലെങ്കിൽ ഡയറക്റ്റ്ലി അതിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യും. എനിവേ സൈക്കോളജി തന്നെ ആയിരിക്കും മിക്കവാറും പിജി. അത് ശരി. ഓക്കെ, ഓക്കെ. എനിക്കിനിയും എന്താ പറയാ കുറേ സംസാരിക്കണമെന്നുണ്ട്. പക്ഷേ നിനക്കവിടെ നല്ല ലേറ്റായി. 11 മണിയാവുമെന്ന് തോന്നുന്നു. ഓക്കെ. അപ്പോൾ അസീൽ ചെയ്യുന്ന കണ്ടന്റ് എനിക്ക് വളരെ ഇഷ്ടമാണ്. ആൻഡ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വർക്ക് വാട്ട് യു ഡു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് സംസാരിക്കണമെന്ന് തോന്നിയത്. കീപ്പ് ഇറ്റ് ഗോയിങ്. ഇങ്ങനത്തെ ഒരു സ്പേസും ഇങ്ങനത്തെ ആൾക്കാരും ഉണ്ടാകുന്നത് ആസ് എ നെറ്റ് സൊസൈറ്റിക്ക് നല്ലതാണ്. പിന്നെ ഒരു അഡ്വൈസ് പറയാനുള്ളത് ഇപ്പോൾ എൻ്റെ പോഡ്കാസ്റ്റ് എന്ന് പറയുന്നത് വലിയ റീച്ചുള്ള സംഭവം ഇതൊന്നുമല്ല. പക്ഷേ പോഡ്കാസ്റ്റ് തുടങ്ങാൻ പറ്റുമോ നോക്ക്. എന്നാൽ നിനക്ക് നിൻ്റെ നീഷിലുള്ള ആൾക്കാരായിട്ട് സംസാരിക്കുക. അപ്പോൾ ദാറ്റ് ഗിവ്സ് മോർ കൺവെർസേഷൻ. ഇപ്പോൾ ഇതേപോലെ ഓൺലൈനായിട്ട് ഇരുന്ന് സംസാരിച്ചാലും മതി. കുറേ എഫേർട്ടൊന്നും എടുക്കണ്ട. പക്ഷേ അത് എന്താ പറയുക ഈ പറഞ്ഞ പോലെ
ആ ഒരു നീഷിലും ഇങ്ങനത്തെ കൺവേഴ്സേഷനും കൂടുതൽ സാധ്യത ഉണ്ടാവല്ലേ? ഉം, ഉം. ഉറപ്പായിട്ടും ഞാനത് എൻ്റെ ഈ ഒരു കോളേജ് പരിപാടികളെല്ലാം ഒന്ന് കഴിഞ്ഞതിന് ശേഷം ഞാൻ സീരിയസ് ആയിട്ട് ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ. ഇൻഷാ അള്ളാ. ഓക്കെ, അടിപൊളി. അപ്പോൾ താങ്ക് യു ഫോർ താങ്ക് യു സോ മച്ച്. യുവർ ടൈം. താങ്ക് യു സോ മച്ച് സ്പേസ് ഓക്കെ. തന്നതിന്. താങ്ക് യു. ഓക്കെ. ബൈ ബൈ.